വ്യത്യസ്ത സ്ഥലങ്ങളിൽ ജീവിക്കുന്ന രണ്ടുപേര്. അവർക്ക് മാത്രം കിട്ടിയൊരു അനുഗ്രഹം അവര് പോലും അറിയാതെ അവരെ ഒന്നിപ്പിക്കുന്നു. ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. സുഖം എല്ലാവർക്കും. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഈ ലോകത്തിന് മുമ്പിൽ മറച്ചു വെക്കപ്പെട്ട ഒരു വലിയ സത്യം പുറത്തു വന്നാൽ ലോകം മൊത്തത്തിൽ കത്തിയെരിയാവുന്ന ഒരു രഹസ്യം. എന്നാൽ ആ രഹസ്യം അറിയേണ്ടത് ഓരോ മനുഷ്യരുടെയും അവകാശമാണ്. ശരിയാണ്, മനുഷ്യൻ തന്നെയാണ് ദൈവത്തിന്റെ ഏറ്റവും മഹത്തായ സൃഷ്ടി. പക്ഷെ അതിവിടെ ഭൂമിയിൽ മാത്രം. 2026 ഇറങ്ങിയ സ്റ്റീഫൻ സ്പിൽബർഗ് സംവിധാനം ചെയ്ത ഡിസ്ക്ലോഷർ ഡേ ഈ സിനിമയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. വെൽക്കം ബാക്ക്. ഈ കഥ തുടങ്ങുന്നത് ഒരു റെസ്ലിംഗ് കാണിച്ചുകൊണ്ടാണ്. ഒരുപാട് ആൾക്കാർ അത് കാണാൻ വേണ്ടി ഇവിടെ കൂടിയിട്ടുണ്ട്. ആ ആൾക്കാരുടെ ഇടയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരാളെ നമുക്ക് കാണാം. നല്ല ടെൻഷൻ ആയിട്ടിരിക്കുന്ന ഒരാൾ. അയാളുടെ കയ്യിൽ ഒരു ബാഗും ഉണ്ട്. ഇവന്റെ പേര് ഡാനിയൽ. വാഡെക്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്. അവിടുത്തെ സൈബർ സെക്യൂരിറ്റി ഓഫീസറാണ് അയാൾ. ഇയാളിപ്പോൾ ടെൻഷൻ അടിച്ചിരിക്കാനുള്ള കാരണം വാഡെക്സ് എന്ന കമ്പനിയിൽ നിന്നും വളരെ വിലപിടിപ്പുള്ള ചില മെറ്റീരിയൽസ് ഒക്കെ അടിച്ചു മാറ്റിയിട്ടാണ് അയാൾ വന്നിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട സാധനങ്ങളാണ് ആ ബാഗിനകത്ത്. ഇനിയിപ്പോൾ ആരെങ്കിലും തന്റെ പുറകിലുണ്ടോ എന്ന് ഓർത്തിട്ടുള്ള പേടിയാണ് അയാൾക്ക്. ഈ സമയം ആ റെസ്ലിംഗ് കണ്ട് ആൾക്കാരൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ ആർപ്പ് വിളിക്കുന്നുണ്ട്. എന്നാൽ നല്ല പേടിയിലായിരിക്കുന്നതുകൊണ്ട് ഡാനിയലിന് അതൊന്നും എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ സമയത്താണ് പുറകിലിരുന്ന ഒരുത്തൻ അവന്റെ ബാഗിൽ കയറി പിടിച്ചത്. ഇവന്റെ പേര് ബോയ്ഡ്. ഇവനും ആ വാഡെക്സ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതാണ്. അവനിപ്പോൾ പറയുന്നത് അടുത്ത തവണ എല്ലാവരും എഴുന്നേൽക്കുമ്പോൾ ഈ ബാഗ് എനിക്ക് തരണമെന്നാണ്. എന്നാൽ ഡാനിയൽ ബാഗ് കൊടുക്കാൻ സമ്മതിക്കുന്നില്ല. എന്റെ ഗേൾഫ്രണ്ട് ജെയിൻ അവിടെ, അവൾ ആദ്യം കൊണ്ടുപോവാ, എങ്കിൽ ഞാൻ ബാഗ് തരാം എന്നാണ് ഡാനിയൽ പറയുന്നത്. എന്നാൽ ഈ സമയം തന്നെ അവന്റെ ഇടതു ഭാഗത്തായിട്ട് ഒരു ലേഡി ഇരിക്കുന്നുണ്ട്. അവളിപ്പോൾ ഒരു തോക്കെടുത്തു. എൻ്റെ അവൾ പറയുന്നത്, നിന്റെ ഗേൾഫ്രണ്ട് ഒക്കെ നിന്റെ അടുത്തേക്ക് വരും, നിനക്ക് ഒരുമിച്ച് ജീവിക്കണം എന്നാണെങ്കിൽ, നിനക്ക് അവളെ കാണണം എന്നുണ്ടെങ്കിൽ ആ ബാഗ് എനിക്കിതാ. അങ്ങനെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അവൻ ബാഗ് കൊടുത്തു. അതിന് തുറന്ന് അവൾ ആ ബാഗുമായിട്ട് അവിടെ നിന്ന് പോയി. അങ്ങനെ ബാഗ് അവരുടെ വണ്ടിയിലേക്ക് കൊണ്ടുപോയതിനു ശേഷം ആ ബാഗിലുള്ള കാര്യങ്ങളൊക്കെ അവർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേയേറെ പെൺഡ്രൈവ് ഒക്കെ ഉണ്ടതിൽ. അതൊക്കെ ചെക്ക് ചെയ്ത് എല്ലാ സാധനങ്ങളും ഉണ്ടോ എന്നൊക്കെ അവർ ഉറപ്പുവരുത്തി. 2-3 വണ്ടികളിലായിട്ടാണ് അവരിപ്പോൾ അങ്ങോട്ട് വന്നിരിക്കുന്നത്. ആ കൂട്ടത്തിൽ ഇവരുടെ ബോസായ നോവയുണ്ട്. അയാളിപ്പം ഡാനിയലിനും വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പം ബോയ്ഡ് ഇപ്പോൾ ഡാനിയലിനെ കൊണ്ട് നോവയുടെ അടുത്തേക്ക് വന്നു. നോവയെ കണ്ട ഉടനെ തന്നെ ജെയിൻ എവിടെ എന്നാണ് ഡാനിയൽ ചോദിക്കുന്നത്. ഈ സമയം ഒരാൾ ജെയിനെ ഡാനിയലിന്റെ അടുത്തേക്ക് ആക്കി. അവളെ ചെറിയ രീതിയിലൊക്കെ അവർ ഉപദ്രവിച്ചിട്ടുണ്ട്. അവളുടെ നെറ്റിയിലായിട്ട് ചോരയൊക്കെ കാണാം. അങ്ങനെ അവളുടെ കെട്ടുകളൊക്കെ അഴിച്ചു കൊടുത്തതിന് ശേഷം അവരെ രണ്ടുപേരെയും ഒരു സ്ഥലത്തേക്ക് മാറ്റി. എന്നിട്ട് നോവ ചോദിക്കുന്നത്, ആര് പറഞ്ഞിട്ടാണ് നീ ആ സാധനങ്ങളൊക്കെ അടിച്ചു മാറ്റിയതാണ്? ആ പേര് പറഞ്ഞാൽ ഒരു കുഴപ്പവും സംഭവിക്കാതെ നിനക്ക് ഇവിടുന്ന് പോവാം. നോവ അത്രയും കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോഴാണ് ഒരുത്തൻ ഡാനിയലിന്റെ ബാഗുമായിട്ട് നോവയുടെ അടുത്തേക്ക് വന്നത്. അതിനെ തുടർന്ന് നോവ ഇപ്പോൾ ആ ബാഗ് മേടിച്ചു. അയാളിപ്പോൾ ആ ബാഗ് പരിശോധിക്കാൻ വേണ്ടി ഒരു ഗ്ലൗസ് എടുത്തിട്ടു. എന്നാൽ ഇതേ സമയം തന്നെ ഡാനിയലും അവന്റെ കയ്യിലേക്ക് ഒരു ഗ്ലൗസ് ഇട്ടു. അതിനിടയിൽ നോവ അവന്റെ ബാഗിൽ നിന്നും കറുത്തൊരു ബോക്സ് എടുത്തു. പക്ഷെ അത് തുറന്നു നോക്കുമ്പോൾ അയാൾ വിചാരിച്ച സാധനം അതിനകത്തില്ല. അതുകൊണ്ട് അയാൾക്ക് ശരിക്കും ദേഷ്യം വന്നു. ഇതിനകത്തുള്ള സാധനം എവിടെ? അയാൾ അവനോട് ചോദിച്ചു. എന്നാൽ അപ്പോഴേക്കും അവന്റെ പോക്കറ്റിൽ നിന്നും ആ സാധനം എടുത്തു. ഇത് വളരെ പ്രത്യേകതയുള്ള ഈ സിനിമയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിവൈസ് ആണ് കേട്ടോ. സമയമാകുമ്പോൾ ഇതെന്താന്ന് ഞാൻ പറയാം. അങ്ങനെ അവനത് കയ്യിലേക്ക് എടുത്തപ്പം അവിടെ ഉണ്ടായിരുന്നവരൊക്കെ തോക്കെടുത്തു. എന്നാൽ അത് കണ്ടതും നോവ എല്ലാവരെയും തടഞ്ഞു. ഒരു കാരണവശാലും നിങ്ങൾ ഷൂട്ട് ചെയ്യരുത്, അത് ആ ഡിവൈസിനെ ആക്ടിവേറ്റ് ചെയ്യും. അത്രയും പറഞ്ഞതിന് ശേഷം നോവ ഇപ്പോൾ ഡാനിയലിനോട് പറയുന്നത് ആ സാധനം താഴെ ഇടാനാണ്. കാരണം അയാൾ അത്രമാത്രം അതിനെ പേടിക്കുന്നുണ്ട്. എന്നാൽ ഡാനിയൽ താഴെ ഇടുന്നില്ല. അങ്ങനെ അതും ചൂണ്ടിക്കാണിച്ച് അവരെ പേടിപ്പിച്ച് നിർത്തി അവൻ വേഗം ജെയിനെയും കൊണ്ട് ആ കാറിലേക്ക് കയറി. എന്നിട്ട് അവൻ വണ്ടി എടുക്കാൻ തുടങ്ങുമ്പോൾ നോവ ഇപ്പോൾ അവൻ്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് അയാൾ പറയുന്നത്, ഇതുമായിട്ട് രക്ഷപ്പെട്ട് നിനക്ക് ചെന്നിട്ട് ഒളിക്കാൻ പറ്റും എന്നാണ് നീ വിചാരിക്കുന്നത്? നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചൊക്കെ നിനക്ക് നന്നായിട്ട് അറിയാമല്ലോ. നമ്മുടെ ലോകം ഒരു ലോകമായുധത്തിന്റെ വക്കീലാണ്. നീ ഇപ്പൊ കമ്പനിയിൽ നിന്ന് മോഷ്ടിച്ച കാര്യങ്ങളൊക്കെ പുറത്തു വിട്ട് കഴിഞ്ഞാൽ അത് നല്ലതിനാണെന്നാണ് നീ വിചാരിക്കുന്നത്. എങ്കിൽ നിനക്ക് തെറ്റി. അത് പുറത്തു വിട്ടാൽ അതോടെ തീരുവല്ല. അതോടെ ഞാൻ പറയുന്ന കേൾക്ക്, ആ സാധനങ്ങളൊക്കെ തിരിച്ചതാ. നീ എന്തെങ്കിലും അരുതാത്ത് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഒന്നും തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. അത് ഓർത്തിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ. എന്നാൽ അവൻ അതൊന്നും കേൾക്കാതെ വേഗം തന്നെ വാതിലടച്ചിട്ട് വണ്ടി എടുത്തു. അങ്ങനെ വണ്ടി ഓടിച്ച് പോകുന്നതിനിടയ്ക്ക് ജെയിൻ അവനോട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. എന്താണ് സംഭവം? നീ എന്ത് ചെയ്താലാണ് അവർ നിന്റെ പുറകെ വന്നിരിക്കുന്നത്? കാരണം അവൾക്കൊന്നും അറിയത്തില്ല. അല്ല, ഇപ്പം അവൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അവൻ വേഗം ഫോൺ എടുത്തിട്ട് അവനോട് ആ കാര്യങ്ങൾ മോഷ്ടിക്കാൻ പറഞ്ഞ ആളെ വിളിക്കുകയാണ്. അയാളുടെ പേര് ഹ്യൂഗോ. ഇയാളും ഈ വാഡെക്സിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഹ്യൂഗോനോട് ചോദിക്കുന്നത്, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ സാധനങ്ങളൊക്കെ ഞാൻ മോഷ്ടിച്ചിട്ടുണ്ട്. വേഗം തന്നെ നിങ്ങളുടെ ആരെങ്കിലും വിട്ട് ഇത് എടുത്തുകൊണ്ട് പോകാൻ പറ. അവന്മാർ എൻ്റെ പുറകെ തന്നെയുണ്ട്. അതേക്കുന്ന ഹ്യൂഗോ പറയുന്നത്, അത് പറ്റത്തില്ല, ഒരാളെ അത് എടുക്കാൻ വേണ്ടി ഞാൻ അയക്കുന്നില്ല. അത് ഏറ്റവും സേഫ് ആയിട്ടിരിക്കുക നിന്റെ കയ്യിലാണ്. നീ ഇപ്പോൾ ഒരു കാര്യം ചെയ്യ്, ഇന്നത്തെ രാത്രി എങ്ങനെയെങ്കിലും സേഫ് ആയിട്ട് ഒരു സ്ഥലത്തേക്ക് ചെല്ല്. ഏട്ടാ, സ്ഥലം എവിടെയാണ് എന്നെനിക്ക് മെസ്സേജ് അയക്കി. നാളെ രാവിലെ ആകുമ്പോൾ നമ്മുടെ സാന്റിയാഗോ നിന്നെ പിക്ക് ചെയ്യാൻ വരും എന്നും പറഞ്ഞിട്ട് ഹ്യൂഗോ ഫോൺ കട്ട് ചെയ്തു. ഈ സമയം ഹ്യൂഗോ നിൽക്കുന്ന സ്ഥലത്ത് അവന്റെ പുറകിലായിട്ടൊരു കാര്യം കാണാം. എന്തൊരു വീട് അവർ സെറ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കോള് കട്ട് ചെയ്തതിനു ശേഷം അവൻ ജെയിനോട് ചോദിക്കുന്നത്, ഇന്ന് സുരക്ഷിതമായിട്ടിരിക്കാൻ പറ്റുന്ന ഏതെങ്കിലും സ്ഥലം ഉണ്ടോ എന്നാണ്. അതേക്കുമ്പോൾ അങ്ങനെ ഒരു സ്ഥലം ഞാൻ കാണിച്ചു തരാം എന്നാണ് അവള് പറയുന്നത്. ഈ സമയം നോവയും കൂട്ടരും ആ വാഡെക്സ് എന്ന കമ്പനിയിലേക്ക് എത്തി. ഇനി എന്താണ് ഈ വാഡെക്സ് കോർപ്പറേഷൻ? ഇത് US ഗവൺമെന്റിന്റെ വളരെ സീക്രട്ട് ആയിട്ടുള്ള ഒരു ഏജൻസിയാണ്.
ഈ ഏരിയ 51 ഒക്കെ പോലെ. അവിടെയുള്ള ആൾക്കാരൊക്കെ വലിയ വലിയ TV സ്ക്രീനുകൾക്ക് മുമ്പിലിരുന്നിട്ട് ന്യൂസൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും പുതിയ ന്യൂസുകളൊക്കെ വരുന്നുണ്ടോ എന്നൊക്കെ അവർ ചെക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നോവെ അങ്ങോട്ട് ചെന്നിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ തിരക്കി. പക്ഷെ അയാൾ പേടിക്കുന്ന പോലത്തെ കാര്യങ്ങളൊന്നും ഇപ്പൊ ന്യൂസിൽ പുറത്തു വന്നിട്ടില്ല. അതിനിടയിലാണ് ബോയ്ഡ് വന്നിട്ടൊരു കാര്യം പറയുന്നത്. 12 പേരിന്ന് ലീവാണ്. അവരാരും തന്നെ അറിയിച്ചിട്ടല്ല ലീവ് എടുത്തിരിക്കുന്നത്. അവൻ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും നോവ അത് വലിയ കാര്യമാക്കുന്നില്ല. അങ്ങനെ വേഗം തന്നെ അയാൾ ഒരു മീറ്റിംഗ് വിളിച്ചു. അയാൾ സംസാരിക്കുന്നത് എന്തിനാണ് ആ ഇൻഫർമേഷൻസ് എല്ലാം ഡാനിയൽ അടിച്ചുകൊണ്ട് പോയത്, എന്താണ് അവന്റെ ഉദ്ദേശം, അവനത് പുറത്തു വിടണമെന്നായിരുന്നെങ്കിൽ എപ്പോഴാണ് അവനത് ചെയ്തേനെ. എന്നാൽ ഇതുവരെയായിട്ടും അവനത് പുറത്തു വിട്ടിട്ടില്ല. അതിന്റെ അർത്ഥം അവനെ സഹായിക്കാൻ വേറെ ആരൊക്കെ ഉണ്ടെന്നാണ്. അതാരാണെങ്കിലും ഉടനെ തന്നെ കണ്ടുപിടിക്കണം എന്നാണ് അയാളുടെ ഏജൻസിന്റെ അടുത്ത് പറയുന്നത്. ഈ സമയം ബോർഡിനൊരു ഇൻഫർമേഷൻ കിട്ടിയതിനെ തുടർന്ന് അയാളിപ്പോൾ നൈസായി നോവയെ ഓഫീസിലേക്ക് വിളിപ്പിച്ചു. അയാൾ പറയുന്നത് നമ്മുടെ ഹ്യൂഗോയും ഒന്ന് ലീവാണെന്നാണ്. അയാളുടെ ടേബിളിൽ അയാളുടെ ഒരു സാധനങ്ങളും കാണുന്നില്ല. ഈ ഹ്യൂഗോ എന്ന് പറയുന്നത് ഈ കമ്പനിയിലെ ബയോളജിക്കൽ അസറ്റ്സിന്റെ ഡയറക്ടറാണ്. മാത്രമല്ല ഈ കമ്പനിയിലെ A to Z കാര്യങ്ങൾ ഈ ഹ്യൂഗോയ്ക്ക് അറിയാം. ഇപ്പൊ അയാൾ മിസ്സിംഗ് ആണ്, അയാളുടെ സാധനങ്ങൾ ഒന്നും കാണുന്നില്ല എന്ന് അറിഞ്ഞ സ്ഥിതിക്ക് അപ്പൊ ഡാനിയലിന്റെ ബോസ് ഹ്യൂഗോ തന്നെയാണ് എന്ന കാര്യം നോവയ്ക്ക് മനസ്സിലായി. ഈ സമയം തന്നെ ജെയിൻ ആണെങ്കിൽ ഡാനിയലിനും കൊണ്ട് ആ സീക്രട്ട് ആയ സ്ഥലത്തേക്ക് എത്തി. അതൊരു മൊണാസ്ട്രി ആണ്. അവരടുത്ത് വാതിൽ മുട്ടുമ്പോൾ ഒരു സിസ്റ്ററാണ് അവരകത്തേക്ക് വിളിക്കുന്നത്. ജെയിനെ കണ്ടപ്പോൾ തന്നെ ആ സിസ്റ്റർ വന്നിട്ട് അവളെ കെട്ടിപ്പിടിച്ചു. അതിൽ നിന്ന് ജെയിൻ ഒരു കന്യാസ്ത്രീ ആയിരുന്നു എന്ന കാര്യം ഡാനിയലിന് മനസ്സിലായി. ആ കാര്യമൊന്നും ഇവൾ ഇതുവരെയായിട്ട് ഇവനോട് പറഞ്ഞിട്ടില്ല. അങ്ങനെ അകത്തേക്ക് വിളിച്ചതിന് ശേഷം അവളുടെ വിശേഷങ്ങളൊക്കെ തിരക്കിക്കൊണ്ട് തന്നെ സിസ്റ്റർ അവളുടെ നെറ്റിയിലെ മുറിവൊക്കെ മരുന്ന് വെച്ച് കെട്ടിക്കൊടുത്തു. എന്നിട്ട് അവർക്ക് കിടക്കാൻ വേണ്ടി ഒരു റൂം സെറ്റ് ചെയ്ത് കൊടുത്തു. അങ്ങനെ റൂമിലേക്ക് കയറി ചെന്ന ഉടനെ തന്നെ ഡാനിയൽ ജെയിനോട് ചോദിക്കുന്നത്, അപ്പൊ നീ ഒരു കന്യാസ്ത്രീ ആയിരുന്നോ, എന്നിട്ടാണോ നീ എന്റെ കൂടെ കിടന്നത്? അതേക്കുമ്പോൾ ഞാൻ നിന്റെ കൂടെ കിടന്നല്ലോ, അതിൽ നിന്ന് മനസ്സിലാക്കിക്കൂടെ ഞാനിപ്പോ ഒരു കന്യാസ്ത്രീ അല്ലാന്ന്? അപ്പൊ നീ നിന്നെക്കുറിച്ച് പറഞ്ഞ എല്ലാ കാര്യങ്ങളും കളവായിരുന്നോ? അവൻ പിന്നെയും ചോദിച്ചു. നീ എന്നോട് കുറെ കളവ് പറഞ്ഞിട്ടില്ലേ? ഉണ്ട്, പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ നിന്നിൽ നിന്ന് മറച്ചു വെച്ചതേ എന്റെ ജോലിപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. അത് നീ അറിയേണ്ട ആവശ്യമില്ലാന്ന് തോന്നിയോണ്ടാണ്. പക്ഷെ നീ എന്താണ് മറച്ചു വെച്ചത്? നീ ഒരു കന്യാസ്ത്രീയാണെന്നുള്ള കാര്യം. അത് വേണ്ടായിരുന്നു ജയൻ. അതെല്ലാം കേൾക്കുമ്പോൾ അതിനെക്കുറിച്ചൊന്നും നമുക്കിനി സംസാരിക്കണ്ട. 3 വർഷങ്ങൾക്ക് മുമ്പ് വരെ ഞാനൊരു കന്യാസ്ത്രീ ആയിരുന്നു. എന്നിപ്പം ഞാൻ അങ്ങനെയല്ല. അത് വിട്ടേക്ക്. ഇനി നീ എന്നോട് പറ, എന്തിനാണ് അവർ നിന്നെ ഫോളോ ചെയ്യുന്നത്? നീ എന്താണ് അവരിൽ നിന്ന് മോഷ്ടിച്ചത്? ഞാൻ അവരിൽ നിന്ന് മോഷ്ടിച്ചത് അവരെന്നോട് സൂക്ഷിച്ചു വെക്കാൻ പറഞ്ഞ ചില കാര്യങ്ങളാണ്. എന്തിനാണ് അതൊക്കെ നീ മോഷ്ടിച്ചത്? അത് മോഷ്ടിക്കപ്പെടേണ്ടതായിരുന്നു ജയൻ. കാരണം ആ ഇൻഫർമേഷൻസ് ഈ ലോകം മൊത്തം അറിയേണ്ടതാണ്. നീ ഇങ്ങനെ വളഞ്ഞു മൂക്കുടിക്കാതെ കാര്യം എന്താന്ന് പറയാൻ ജയൻ. അതിനുമുമ്പ് എനിക്കൊരു കാര്യം അറിയണം. നീ ഒരു കന്യാസ്ത്രീ ആവണമെന്ന് ആഗ്രഹിച്ചു, എന്നിട്ട് ഇപ്പം നീ അതിൽ നിന്ന് വിട്ടു നിൽക്കുന്നു. അതെന്തുകൊണ്ടാണ്? നിന്റെ വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടാണോ? വിശ്വാസം നഷ്ടപ്പെട്ടിട്ടൊന്നല്ല, അതിലൊരു ഉൾവിളിയുണ്ട്. അതെനിക്ക് നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ ഇത് വേണ്ടാന്ന് വെച്ചത്. അതൊക്കെ നീ വിട്. നീ നിന്റെ കാര്യം പറ. എത്ര കാലമായി നീ ഈ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നിന്നോട് പറയാത്ത കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ അതൊക്കെ നിന്നോട് പറയാം. ഞാൻ കുറച്ചു കാലം ജയിലിൽ കിടന്നിട്ടുണ്ട് ഈ സൈബർ ക്രൈം ചെയ്തതിന്. 8 വർഷങ്ങൾക്ക് മുമ്പാണ്. എന്നാൽ ഞാൻ ജയിലിൽ നിന്ന് റിലീസായ ആ ദിവസം തന്നെ വാഡക്സിൽ നിന്ന് ആൾക്കാർ വന്ന് എന്നെ അവരുടെ കമ്പനിയിലേക്ക് റിക്രൂട്ട് ചെയ്തു. ഞാനൊരു ആപ്ലിക്കേഷൻ പോലും കൊടുത്തിട്ടില്ലായിരുന്നു. എനിക്ക് തോന്നുന്നത് ഈ സൈബർ സെക്യൂരിറ്റിയിലുള്ള എന്റെ കഴിവുകൾ മനസ്സിലാക്കിയതുകൊണ്ടായിരിക്കും. ഞാൻ ജീവിക്കുന്നത് തന്നെ ഈ രഹസ്യങ്ങൾ സൂക്ഷിക്കാനാണ്. അതിനാണ് അവരെനിക്ക് കാശ് തരുന്നു. എന്നാൽ 3 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ അറിഞ്ഞ ചില കാര്യങ്ങൾ, പിന്നെ ഇപ്പം എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ, ഞാൻ അവിടുന്ന് മോഷ്ടിച്ച ഇൻഫർമേഷൻസ്, ഇതൊന്നും തന്നെ രഹസ്യമാക്കി വെക്കേണ്ടതല്ല. ഇത് ആരുടെയും പ്രോപ്പർട്ടിയുമല്ല. ഈ ലോകം മൊത്തം അറിയേണ്ട കാര്യങ്ങളാണിത്. ഞാനത് അറിയിക്കാനുള്ള യാത്രയിലാണ്. അതിൻ്റെ ഇടയിൽ എപ്പോഴോ നീയും വന്ന് പെട്ടുപോയി. അതിന് നീ എന്നോട് ക്ഷമിക്കണം. ഇത്രയും കാര്യങ്ങളാണ് അവൻ അവളുടെ അടുത്ത് പറയുന്നത്. ഇനി കാണിക്കുന്നത് കാൻസാസ് സിറ്റി. അവിടെയാണ് നമ്മുടെ നായികയുള്ളത്. ഇവളുടെ പേര് മാർഗരറ്റ്. അവളും അവളുടെ ബോയ്ഫ്രണ്ടായ ജാക്സണും കൂടെ അവരുടെ ഫ്ലാറ്റിലിരിക്കുകയാണ്. ഇനി ഇവളുടെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളൊരു ന്യൂസ് റിപ്പോർട്ടറാണ്. സിറ്റിയിൽ അറിയപ്പെടുന്ന ഒരു ന്യൂസ് ചാനലിലാണ് ഇവൾ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് അവരുടെ ടേബിളിൽ ഇരിക്കുമ്പോഴാണ് അവളൊരു കാര്യം കാണുന്നത്. ഒരു ചുവന്ന കളറുള്ള പക്ഷി അതിപ്പോ ടേബിളിലേക്ക് വന്നിരുന്നു. അതിനെ കണ്ട് അവൾ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. അവൾ അവിടെ ഇങ്ങനെ പ്രതിമ പോലെ നിൽക്കുകയാണ്. എന്നാൽ ആ പക്ഷിയെ കണ്ടപ്പം ജാക്സന് ചിരിയാണ് വന്നത്. പക്ഷെ അവളുടെ അനക്കൊന്നും ഇല്ലാത്ത കാണുമ്പോൾ അവൻ ആ പക്ഷി അവിടുന്ന് ഓടിച്ചു. അതിനുശേഷം അവളോട് കാര്യങ്ങൾ തിരക്കി. എന്നാൽ ഈ സമയം അവൾ അവനോട് സംസാരിക്കുന്നത് അവൻ അറിയാത്ത ഭാഷയിലാണ്. കുറെ നേരം ഇങ്ങനെ വളവളാന്ന് അവളിങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷം അത് സ്റ്റോപ്പായി. ഈ സമയം ജാക്സൺ ചോദിക്കുന്നത്, അല്ല നീ ഇപ്പൊ ഏത് ഭാഷയിലാണ് എന്നോട് സംസാരിച്ച്? റഷ്യനാണോ അത് ജർമ്മനോ? നീ എന്താ ജാക്സൺ ഈ പറയുന്നത്? ഞാൻ നിന്നോട് റഷ്യൻ സംസാരിച്ചെന്നോ? അതിന് എനിക്കെങ്ങനെയാണ് റഷ്യൻ അറിയുന്നത് എന്ന് പറഞ്ഞിട്ട് അവൾ സമയം നോക്കി. അവൾക്ക് ജോലിക്ക് പോകാൻ സമയമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് കാര്യങ്ങളൊക്കെ വൈകിട്ട് സംസാരിക്കാം, ഞാൻ ലേറ്റായി എന്നും പറഞ്ഞിട്ട് അവൾ വേഗം വീട്ടിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ അവളുടെ കാർ എടുത്തിട്ട് അവിടുന്ന് പോകുമ്പോഴാണ് ഒരു സ്ഥലത്ത് വെച്ച് ഒരു പോലീസുകാരൻ അവളെ തടഞ്ഞ്. അവളാണെങ്കിൽ ഓവർ സ്പീഡായിരുന്നു. പോലീസുകാരൻ വന്നിട്ട് അവളുടെ ബുക്കും പേപ്പറൊക്കെ ചോദിച്ചു. അവളത് എടുത്ത് കൊടുക്കുകയും ചെയ്തു. അതോടെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയി എന്നാണ് അവൾ വിചാരിച്ചത്. അല്ല, പോലീസുകാരൻ അവളോട് പറയുന്നത് വണ്ടിയിൽ നിന്ന് ഇറങ്ങാനാണ്. എന്നാൽ അവക്കാണെങ്കിൽ അത്യാവശ്യമായിട്ട് ന്യൂസ് ചാനലിലേക്ക് എത്തുകയും വേണം. അവൾക്ക് ഇപ്പോൾ പരിപാടിയുണ്ട്. ഇനിയിപ്പോൾ എങ്ങനെ അതിൽ നിന്ന് ഊരും എന്നൊക്കെ അവൾ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവൾ അയാളുടെ മുഖത്തേക്കൊന്ന് നോക്കിയത്. അതോടുകൂടെ അയാളുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ അവൾക്ക് മനസ്സിലായി. അയാൾ ഭാര്യയുമായിട്ട് എന്തോ പ്രശ്നം ഉണ്ടാക്കിയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അതിന്റെ ദേഷ്യമാണ് അയാൾ ഇപ്പോൾ തീർത്തുകൊണ്ടിരിക്കുന്നത്. ഈ കാര്യമൊക്കെ അവൾ അയാളുടെ മനസ്സിൽ നിന്ന് വായിച്ചെടുത്തു. അവൾക്ക് ശരിക്കും അത്ഭുതമായിരുന്നു. എങ്ങനെയാണ് തനിക്ക് ഈ കഴിവ് കിട്ടിയത് എന്ന കാര്യമൊക്കെ മനസ്സിലാവുന്നില്ല.
അങ്ങനെ എങ്ങനെ ഭാര്യയുമായിട്ടുള്ള പ്രശ്നങ്ങൾ സോൾവ് ആക്കാം എന്നുള്ള ചില ഉപദേശങ്ങളൊക്കെ അവളേക്ക് പറഞ്ഞു കൊടുത്തു. അവൾ തന്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ട് പോലീസുകാരനാണെങ്കിൽ അന്തം വിട്ട് നിൽക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ അവൾ വണ്ടി എടുത്തിട്ട് അവിടെ നിന്ന് പോവുകയും ചെയ്തു. അങ്ങനെ ചാനലിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ അവളുടെ ബോസായ ക്ലേ അങ്ങോട്ട് വന്നു. ഇവള് ലേറ്റ് ആയതിന് അയാൾ നല്ല ദേഷ്യത്തിലാണ്. നീ എത്രയും പെട്ടെന്ന് റെഡി ആയിട്ട് വാ, നിന്റെ സമയമായി എന്നൊക്കെ അയാൾ പറഞ്ഞു. എന്നാൽ മേക്കപ്പ് ഒന്നും ഇടാൻ സമയമില്ലാത്തതുകൊണ്ട് അവൾ വേഗം നിന്റെ ഫ്ലോറിലേക്ക് നടന്നു. ഈ സമയം അവൾ നോക്കുമ്പോൾ ഒരു കൊറിയക്കാരൻ അവിടുത്തെ സോഫയിൽ ഇരിക്കുന്നുണ്ട്. അയാൾക്ക് ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ട് അയാൾ വല്ലാണ്ട് അങ്ങനെ തപ്പി പിടിക്കുകയാണ്. അവർക്കാണെങ്കിൽ അയാളുടെ ഇന്റർവ്യൂ എടുത്തേ പറ്റൂ. ആ കാര്യങ്ങളൊക്കെ അവിടുന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അവൾ വേഗം ചെന്നിട്ട് ആ സോഫയിലേക്ക് ഇരുന്നു. എന്നിട്ട് അയാളോട് കൊറിയൻ ഭാഷയിൽ സംസാരിക്കുകയാണ്. ഇവക്ക് ആകെ അറിയാവുന്ന ഇംഗ്ലീഷ് ഭാഷയാണ്. എന്നാൽ നല്ല ഫ്ലുവന്റ് ആയിട്ട് തന്നെ ഇപ്പൊ കൊറിയൻ അവൾ സംസാരിച്ചു. പുള്ളിയാണെങ്കിൽ നല്ല ഹാപ്പിയായി. അങ്ങനെ അവിടുന്ന് എഴുന്നേറ്റ് വരുമ്പോഴാണ് ക്ലേ അവളോടൊരു കാര്യം ചോദിച്ചത്. നിനക്ക് ഈ കൊറിയൻ ഭാഷയൊക്കെ അറിയൂ? അതേക്കുമ്പോൾ നിങ്ങൾ എന്താണ് ക്ലേ ഈ പറയുന്നത്? കൊറിയൻ ഭാഷ എനിക്ക് എങ്ങനെ അറിയാനാണ് എന്ന് ചോദിച്ച് അവൾ ഫ്ലോറിലേക്ക് നടന്നു. ഇവിടെ ഈ ചാനലിൽ വെതർ റിപ്പോർട്ട്സ് ആണ് പറയുന്നത്, ലൈവ് ആയിട്ടുള്ളത്. ഇപ്പൊ അവൾ ആ ഭാഗത്തേക്ക് ചെന്നിട്ട് വെതർ റിപ്പോർട്ട്സ് ഒക്കെ പറയാൻ തുടങ്ങി. എന്നാൽ പറഞ്ഞു തുടങ്ങിയതും അവളുടെ നാക്ക് സ്റ്റക്കായി. പിന്നീട് അവളുടെ വായിൽ നിന്ന് വരുന്നത് ആരും കേൾക്കാത്തൊരു ഭാഷയാണ്. അതുകൊണ്ട് ആർക്കും ഒന്നും മനസ്സിലായില്ല. എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവൾ ബോധം കെട്ട് വീഴുകയും ചെയ്തു. ഈ സമയം തന്നെ ഡാനിയലിനെ പിക്ക് ചെയ്യാൻ വേണ്ടി സാന്റിയാഗോ എത്തി. അവൻ ജയനോട് വരണ്ട, ഇവിടെ കിടന്നാൽ മതി എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അവളത് സമ്മതിച്ചില്ല. എന്താണ് നടക്കാൻ പോകുന്നത് എന്ന് എനിക്കും അറിയണമെന്നും പറഞ്ഞിട്ട് അവളും കാറിലേക്ക് കയറി. അങ്ങനെ പോകുന്ന വഴിക്ക് ഡാനിയൽ നേരെ ഹ്യൂഗോനെ വിളിച്ചു. എങ്ങോട്ടാണ് ഞങ്ങൾ പോകുന്നതെന്ന് ചോദിച്ചിട്ട്. അതോർത്ത് നീ ടെൻഷൻ അടിക്കണ്ട, സാന്റിയാഗോ നിന്നെ സുരക്ഷിതമായൊരു വീട്ടിലെത്തിക്കും, നീ തൽക്കാലം അവിടെ കഴിഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് ഹ്യൂഗോ ഫോൺ കട്ട് ചെയ്തു. ഇതേ സമയം തന്നെ വാഡക്സിൽ ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മിലിറ്ററിക്കാർ മൊത്തം അവിടെ കൂടിയിട്ടുണ്ട്. ആ മെറ്റീരിയൽസ് ഒക്കെ ഡാനിയൽ അടിച്ചുകൊണ്ട് പോയല്ലോ. അതറിഞ്ഞ് അവരെല്ലാവരും നല്ല ദേഷ്യത്തിലാണ്. അവർ പറയുന്നത് ഏകദേശം 12,000 FBI ഉദ്യോഗസ്ഥന്മാർ ഇപ്പൊ ഫീൽഡിലുണ്ട്. നമുക്ക് ഡാനിയലിന്റെ കാര്യം അവരെ ഏൽപ്പിക്കാം, ഉടനെ തന്നെ അവന്മാർ പിടിച്ചോണ്ടെന്നോളൂ. എന്നാൽ നോവ സമ്മതിക്കുന്നില്ല. അതിനൊന്നും ആവശ്യമില്ല. ആ ഡാനിയലിനെ എങ്ങനെ കണ്ടെത്താം, അവന്റെ കയ്യിൽ നിന്ന് സാധനങ്ങൾ എങ്ങനെ എടുക്കാം എന്നതിനെ കുറിച്ച് വ്യക്തമായൊരു ധാരണ എനിക്കുണ്ട്. അതുകൊണ്ട് ആ കാര്യം എനിക്ക് വിട്ടേക്ക് എന്നാണ് നോവ പറയുന്നത്. ഈ സമയത്താണ് നോവയുടെ അസിസ്റ്റന്റ് ലേഡി അങ്ങോട്ട് വരുന്നത്. അവൾ ഇപ്പോൾ അയാളെ താഴേക്ക് വിളിച്ചതിന് ശേഷം ഒരു വീഡിയോ ക്ലിപ്പ് അയാൾക്ക് കാണിച്ചു കൊടുത്തു. അത് നേരത്തെ മാർഗരറ്റ് ആ ന്യൂസ് വായിച്ചപ്പം ഏതോ ഒരു അറിയാത്ത ഭാഷ സംസാരിച്ചല്ലോ, അതിന്റെ വീഡിയോ ആണ്. അതിപ്പോൾ വൈറലായിരിക്കുന്നു. ഇവരെ സംബന്ധിച്ച് അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നോവ പറയുന്നത് ആ ഹ്യൂഗോ അവളെ കണ്ടെത്തുന്നതിന് മുമ്പ് നമുക്ക് അവളെ പിടിക്കണം എന്നാണ്. ഈ സമയം മാർഗരറ്റ് ആണെങ്കിൽ ഇപ്പൊ ഹോസ്പിറ്റലാണ്. ഡോക്ടർ അവളെ MRI എടുക്കാൻ തുടങ്ങി. അത് നോക്കിക്കൊണ്ട് ജാക്സൺ വെളിയിൽ നിൽപ്പുണ്ട്. അതിനിടയിൽ ഡാനിയലും ജെയിനും ഹ്യൂഗോ പറഞ്ഞ പോലെ തന്നെ ആ വീട്ടിലേക്ക് എത്തി. അത് വിജനമായ ഒരു പ്രദേശത്തുള്ള ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു വീടാണ്. അവിടെ വേറെ ആരുമില്ല. അങ്ങനെ അവർ രണ്ടുപേരും ആ വീട്ടിനകത്തേക്ക് കയറി അതിനകത്ത് സെറ്റിൽ ആകുമ്പോഴാണ് ഒരു കാര്യം അവർ കാണുന്നത്. ആ വീടിന് ചുറ്റുമായിട്ട് കുറച്ച് മാനുകൾ ഇങ്ങനെ നിരന്ന് നിൽക്കുന്നു. അവറ്റകളെല്ലാം ഡാനിയലിനെ തന്നെയാണ് നോക്കുന്നത്. അത് കാണുന്ന ജെയിന് ഭയങ്കര സന്തോഷമായി. എന്നാൽ ഡാനിയലിന് പേടിയാണ് തോന്നുന്നത്. ഈ സമയം അവൾ അതിനെ കുറിച്ച് ചോദിക്കുകയും ചെയ്തു. അത് മാനുകളല്ലേ, നീ എന്തിനാണ് അവറ്റകളെ കണ്ട് പേടിക്കുന്നത്? അതേക്ക് അവൻ പറയുന്നത് മാനുകളെ എനിക്ക് പേടിയുണ്ടായിട്ടല്ല, പക്ഷെ അവറ്റകളെ നോക്കുന്ന കണ്ടില്ലേ, ഒരു വല്ലാത്ത നോട്ടം, അതാണ് എന്നെ പേടിപ്പിക്കുന്നത് എന്നാണ് അവൻ ഇതിന് മറുപടി പറയുന്നത്. അത് കേട്ട് അവൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ വേഗം തന്നെ അവിടുത്തെ കട്ടൻ താത്തി. എന്നിട്ട് അവൾ ചോദിക്കുന്നത്, മതി നിന്റെ പുരാണം, ഇനി നീ കാര്യം പറ, എന്താണ് നീ മോഷ്ടിച്ചോണ്ട് വന്നത്, എന്ത് ഇൻഫർമേഷൻ ആണ് നിന്റെ കയ്യിലുള്ളത്? അതേക്കുമ്പം അത് പറഞ്ഞാൽ നീ വിശ്വസിക്കത്തില്ല, അതുകൊണ്ട് ഞാനത് കാണിച്ചു തരാം എന്നും പറഞ്ഞിട്ട് അവൻ അവന്റെ ബാഗ് എടുത്തു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. മാർഗരറ്റിന്റെ ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഡോക്ടർ ഇപ്പോൾ അവളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ടെസ്റ്റിൽ നിനക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഇവളുടെ അച്ഛനൊരു അസുഖം ഉണ്ടായിരുന്നു, പാർക്കിൻസൺസ്. അതിനെക്കുറിച്ച് അവർ ചോദിക്കാൻ തുടങ്ങി. എന്നാൽ ഈ സമയത്താണ് മാർഗരറ്റ് ഒരു കാര്യം കാണുന്നത്. അവളുടെ റൂമിന്റെ പുറത്തായിട്ട് കുറച്ച് ആൾക്കാർ കൂട്ടം കൂടി നിൽക്കുന്നു. അവരിടയ്ക്കിടയ്ക്ക് അകത്തേക്ക് നോക്കി ഇവളെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇതാരാണ് ഇവര്? ഇടയ്ക്കിടയ്ക്ക് അവരിങ്ങോട്ട് നോക്കുന്നുണ്ടല്ലോ. അതേക്കും ഡോക്ടർ പറയുന്നത് അത് FBI-കാരാണ്. അവർക്ക് എന്തോ നിന്നോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ളത്. എന്തായാലും നമ്മുടെ ഈ സെഷൻ കഴിയട്ടെ. എന്നാൽ ഈ സമയം അവളുടെ മനസ്സിലേക്ക് എന്തൊക്കെയോ ചിന്തകൾ വരാൻ തുടങ്ങി. അവളിപ്പോൾ അവരെ തന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് പറയുന്നത് അവർ FBI-കാരല്ല, അവരെങ്ങനെ വെറുതെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വന്നതല്ല എന്നാണ്. അതേക്കുമ്പോൾ അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ, അത് ഞാൻ ചോദിക്കുന്നതിന് നീ ഉത്തരം പറ. നിനക്ക് കുട്ടിക്കാലത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അതിനെക്കുറിച്ച് നീ വല്ല ദുസ്വപ്നം കാണാറുണ്ടോ? ഏയ് അങ്ങനെയൊന്നുമില്ല എന്നാണ് അവള് പറയുന്നത്. എന്നാൽ ജാക്സൺ അത് ശരിവെക്കുന്നില്ല. ചുമ്മാ പറയുന്ന ഡോക്ടറെ, എന്റെ കൂടെ ഇവള് കൂടിയതിനു ശേഷം ഒരുപാട് തവണ ഇവള് ദുസ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നിട്ടുണ്ട്. എന്താന്ന് ചോദിച്ചാൽ പറയും, 10 വയസ്സുള്ളപ്പം ഇവക്ക് എന്തോ ഒരു ഇൻസിഡന്റ് ഉണ്ടായത്രേ. കാട്ടിനകത്ത് ഇവളിങ്ങനെ തിളങ്ങുന്ന ഒരു വീട് കണ്ടെന്നോ, അവിടെ കുറെ മൃഗങ്ങൾ ഉണ്ടായിരുന്നെന്നോ എന്നൊക്കെ ഇവള് പറയാറുണ്ട് എന്നൊക്കെയാണ് ജാക്സൺ പറയുന്നത്. അതിനിടയിലാണ് ആരും വാതിലിന് മുട്ടുന്നത്. അതിനെ തുറന്ന് ഡോക്ടർ അപ്പുറത്തേക്ക് പോയി. ഈ സമയം ജാക്സൺ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് അവൾ അവനെ നന്നായിട്ട് വഴക്ക് പറയുകയും ചെയ്തു. എന്നിട്ട് അവൾ നേരെ എഴുന്നേറ്റ് ചെന്നത് അവിടുത്തെ ഗ്ലാസിന്റെ അടുത്തേക്കാണ്. അപ്പുറത്തുനിന്നാണല്ലോ ആ FBI-കാർ സംസാരിക്കുന്നത്. അതെന്താണെന്ന് അവൾക്കറിയണം. എന്നാൽ അവിടേക്ക് ചെന്ന് നിന്നപ്പോൾ അവിടെയുള്ള ആൾക്കാരുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് മനസ്സിലായി. ഡാനിയൽ എന്ന പേരുള്ള ആരെയോ ഇവർ അന്വേഷിക്കുന്നുണ്ട്. അയാൾ മരിച്ചു കാണണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. മാത്രമല്ല തന്നെ കൊണ്ടും ഇവരെന്തോ നേടാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായപ്പോൾ അവൾ ജാക്സനോട് പറയുന്നത്, ഇനി നമ്മൾ ഇവിടെ നിന്നാൽ ശരിയാവത്തില്ല, നമുക്കിവിടുന്ന് സ്കൂട്ടാവാം എന്നും പറഞ്ഞ് അവൾ അവനെയും കൊണ്ട് അപ്പുറത്തെ റൂമിലേക്ക് പോയി. ഈ സമയം തന്നെ ഡാനിയൽ ആണെങ്കിൽ അവൻ മോഷ്ടിച്ച ഇൻഫർമേഷൻസ് ഒക്കെ ജെയിന് കാണിച്ചു കൊടുക്കുകയാണ്. ഇതെല്ലാം വിഷ്വൽസ് ആണ്. ആദ്യത്തെ പെൺഡ്രൈവിൽ അവൾ നോക്കുമ്പോൾ കാണുന്നത് 1973 ഫ്ലോറിഡയിൽ നടന്നൊരു സംഭവമാണ്. ഫ്ലോറിഡയിലെ എയർഫോഴ്സ് ബേസ്. അവിടേക്ക് ഇപ്പോൾ ഒരു സെലിബ്രിറ്റി വന്നു. അതിനെ തുടർന്ന് നേവിക്കാർ അയാളെ ഒരു റൂമിലേക്ക് വിളിച്ചോണ്ട് പോയി.
എന്നിട്ട് അയാളുടെ മുമ്പിലേക്ക് 4-5 ഫ്രീസറുകൾ ഓപ്പൺ ആക്കി. അതിനകത്ത് ഉണ്ടായിരുന്നത് മരിച്ചുപോയ ഏലിയൻസിന്റെ ശരീരങ്ങളാണ്. അത് കണ്ട് അവൾ ശരിക്കും ഞെട്ടിപ്പോയി. അങ്ങനെ ആ വിഷ്വൽസ് കാണിച്ചതിന് ശേഷം അവൻ രണ്ടാമത്തെ പെൺഡ്രൈവ് കുത്തി. അതിലുണ്ടായിരുന്നത് ഈ മിലിറ്ററിക്കാര് ഏലിയൻസിന്റെ ശരീരത്തിൽ പരീക്ഷണം നടത്തുന്നതാണ്, അതും ജീവനോടെ. വേദന സഹിക്കാൻ പറ്റാതെ അവറ്റകൾ കരയുന്നതും കാണാം. അത് കണ്ടു നിൽക്കാനുള്ള ശക്തി ജെയിനിലില്ലായിരുന്നു. അത് മനസ്സിലായതുകൊണ്ട് തന്നെ ഡാനിയൽ വേഗം അത് ഓഫ് ചെയ്തു. എന്നിട്ട് അവൻ പറയുന്നത്, നീ ഇത്രയല്ലേ കണ്ടുള്ളൂ, ഇതുപോലത്തെ ഇഷ്ടം പോലെ വിഷ്വൽസ് ഉണ്ട്, 79 വർഷത്തെ, അതെല്ലാം ഈ ബാഗിലുള്ളതെന്നാണ്. ഈ സമയം തന്നെ ആ നോവയാണെങ്കിൽ ഒരു ഫ്രീസർ പോലത്തെ ഒരു സാധനം തുറന്നു. അതിനകത്തുണ്ടായിരുന്നത് നേരത്തെ നമ്മൾ ഡാനിയലിന്റെ കയ്യിൽ കണ്ട ആ ഒരു ഡിവൈസ് ഉണ്ടല്ലോ, അതുപോലത്തെ ഒരെണ്ണമാണ്. 3 അവിടെ വെക്കാനുള്ള സ്ഥലം അവിടെ ഉണ്ട്, എന്നാൽ 1 മാത്രമേ ഇപ്പൊ അവിടെ ഉള്ളൂ. ഇനി ഈ ഡിവൈസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഏലിയൻ ടെക്നോളജിയാണ്. ഏലിയൻസിന്റെ കയ്യിൽ നിന്നാണ് ഇവർക്കിത് കിട്ടിയത്. ഇതിനങ്ങനെ പ്രത്യേകിച്ച് പേരൊന്നും ഈ സിനിമയിൽ പറയുന്നില്ല, ഡിവൈസ് എന്ന് തന്നെയാണ് ഇതിൽ പറയുന്നത്. ഇനി ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരാളുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ അറിയാനും പറ്റും, അയാളെ വേണമെങ്കിൽ കൺട്രോൾ ചെയ്യാനും പറ്റും. ഇത് ജസ്റ്റ് കയ്യിലൊന്ന് മുറുക്കി പിടിച്ചാൽ മതി. പക്ഷെ ആ പ്രൊസീജിയർ ചെയ്യുമ്പോൾ എന്തൊക്കെ വയേഴ്സ് ഒക്കെ തലയിലേക്ക് കണക്ട് ചെയ്യാനൊക്കെ ഉണ്ട്. ഇപ്പൊ ഇത് ഉപയോഗിച്ചിട്ട് ആ ഡാനിയൽ എവിടെയാണുള്ളത് കണ്ടുപിടിക്കാനാണ് നോവയുടെ ശ്രമം. അതിനുവേണ്ടി ആ ഡിവൈസ് എടുത്ത് അയാൾ ഇപ്പോൾ ഒരു സീറ്റിലേക്ക് ഇരുന്നു. ബാക്കിയുള്ളവർ ആ വയറുകളൊക്കെ അയാളുടെ തലയിലേക്ക് കണക്ട് ചെയ്തു. അയാളുടെ മുമ്പിലായിട്ട് ഒരു കമ്പ്യൂട്ടർ ഉണ്ട്, അതിൽ ഡാനിയലിന്റെ ഫോട്ടോയും കാണാം. ഇനിയിപ്പോൾ ആ ഫോട്ടോയിലേക്ക് നോക്കി ആ ഡിവൈസ് കയ്യിൽ ഇങ്ങനെ മുറുക്കി പിടിച്ചു കഴിഞ്ഞാൽ ഇയാൾക്ക് അവന്റെ മനസ്സിലേക്ക് കയറാൻ പറ്റും. ആ ഒരു പരിപാടിയാണ് അയാൾ ഇപ്പോൾ ചെയ്യുന്നത്. ഇത് കുറച്ച് പെയിൻഫുൾ ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. എന്നാൽ അയാൾ എത്ര ശ്രമിച്ചിട്ടും ഡാനിയലിന്റെ മനസ്സിലേക്ക് അയാൾക്ക് കയറാൻ പറ്റുന്നില്ല. അവൻ അയാളെ റിജക്ട് ചെയ്ത് കളയാണ്. തീരെ വേദന സഹിക്കാതായപ്പോൾ അയാൾ ആ ഡിവൈസ് താഴേക്കിട്ടു. പക്ഷെ അയാൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. ഈ സമയം ബോയ്ഡ് ചെന്നിട്ട് കാര്യങ്ങൾ ചോദിച്ചു, എന്ത് പറ്റിയെന്ന്. അദ്ദേഹത്തിന് നോ പറയുന്നത്, അവന്റെ മനസ്സിലേക്ക് ഒരു മില്ലി സെക്കൻഡ് നേരത്തേക്ക് എനിക്ക് ആക്സസ് കിട്ടിയതാണ്, എന്നാൽ പെട്ടെന്ന് തന്നെ റിജക്ട് ചെയ്ത് കളഞ്ഞു. അതെന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അദ്ദേഹത്തിന് ബോയ്ഡ് പറയുന്നത്, ഇനിയിപ്പോൾ അവൻ ആ എക്സ്പീരിയൻസർ ആയിരിക്കുമോ? അങ്ങനെയാണെങ്കിൽ നിനക്ക് ഒരിക്കലും അവന്റെ മനസ്സിലേക്ക് കയറാൻ പറ്റത്തില്ല എന്നാണ്. ഈ എക്സ്പീരിയൻസർ എന്താണ് എന്ന കാര്യം ഞാൻ വഴിയെ പറയാം. ബോയ്ഡ് ആ കാര്യം പറഞ്ഞപ്പോൾ നോ പറയുന്നത്, അവനൊരിക്കലും ഒരു എക്സ്പീരിയൻസർ ആവാൻ ചാൻസ് ഇല്ല. ചാൻസ് ഉണ്ട് നോവ, അവൻ ഹ്യൂഗോയുടെ ആളാണ്. നമുക്കറിയാത്ത പല കാര്യങ്ങളും ആ ഹ്യൂഗോയ്ക്ക് അറിയാം. ചിലപ്പോൾ നീ പറയുന്നത് ശരിയായിരിക്കും, പക്ഷെ ഇപ്പം നമുക്ക് അതിന്റെ പുറകെ പോകണ്ട. ആദ്യം നമുക്ക് ഡാനിയൽ എവിടെയാണുള്ളത് കണ്ടുപിടിക്കണം എന്നും പറഞ്ഞിട്ട് അയാൾ അവിടുത്തെ കമ്പ്യൂട്ടർ എടുത്തു. എന്നിട്ട് ഡാനിയലും ജെയിനും കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്. അയാൾ പവളുടെ ഫോട്ടോ വലുതാക്കി. ഇനി പവളുടെ മനസ്സിലേക്ക് കയറാം എന്നാണ് അയാൾ തീരുമാനിച്ചിരിക്കുന്നത്. ഈ സമയം ഡാനിയൽ ആണെങ്കിൽ അവന്റെ കയ്യിലുള്ള ഇൻഫർമേഷനെ കുറിച്ചാണ് ജെയിൻ എടുത്ത് സംസാരിക്കുന്നത്. അതായത് ആ കാര്യങ്ങളൊക്കെ ജനങ്ങൾ അറിയിക്കുന്നതിനെ കുറിച്ച്. അദ്ദേഹത്തിന് ജെയിൻ പറയുന്നത്, നീ പറഞ്ഞത് ശരി തന്നെയാണ്, നിന്റെ കയ്യിലുള്ള ഇൻഫർമേഷൻസ് എല്ലാവരും അറിയേണ്ടതാണ്. പക്ഷെ നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനുഷ്യർക്കിടയിൽ എന്തൊക്കെ സംഭവിക്കുന്നു. ഈ ലോകത്തുള്ള ഭൂരിഭാഗം മനുഷ്യരും ദൈവത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനുള്ള ശിക്ഷ കിട്ടും എന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. ആ ഒരു വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഈ മനുഷ്യർക്കിടയിൽ കൂടുതൽ പ്രശ്നങ്ങളൊന്നും നടക്കാത്തത്. ഇപ്പൊ നീ ഇത് പുറത്തു വിടുന്നതിലൂടെ ദൈവം എന്നൊരു വസ്തുത ഇല്ല എന്ന് തന്നെ ഇവിടുത്തെ മനുഷ്യർ വിശ്വസിക്കും. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റത്തില്ല. അതുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും വെളിയിൽ വിടാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് എന്നാണ് ജെയിൻ പറയുന്നത്. എന്നാൽ ഡാനിയൽ അത് ശരിവെക്കുന്നില്ല. എന്തായാലും ഇത് പുറത്തു വിട്ടേ പറ്റൂ എന്നാണ് അവൻ പറയുന്നത്. ഈ സമയം തന്നെ മാർഗ്രറ്റും ജാക്സണും ആ ഹോസ്പിറ്റലിൽ നിന്ന് ചാടി എന്നിട്ട് വേഗം തന്നെ അവരുടെ കാറിലേക്ക് കയറി. ഇപ്പൊ നല്ല മഴ പെയ്യുന്നുണ്ട്. അതിനിടയിലാണ് മാർഗ്രറ്റിനൊരു ഫോൺ വരുന്നത്. അവളത് എടുത്തു നോക്കുമ്പോൾ ഹ്യൂഗോ ആണ് സംസാരിക്കുന്നത്. അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് കാലമായിട്ട് ഞാൻ നിന്നെയും തേടി നടക്കുകയായിരുന്നു. നീ ആരാണ് എന്ന കാര്യം എനിക്ക് ഇന്നലെയാണ് മനസ്സിലായത്. നിന്റെ വൈറലായ ആ ന്യൂസ് റിപ്പോർട്ട് ഉണ്ടല്ലോ, അത് കണ്ടിട്ട് നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിന്നെ പ്രൊട്ടക്ട് ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അയാൾ അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവളുടെ മനസ്സിലേക്ക് പിന്നെയും വന്ന് ആ ഡാനിയലിന്റെ പേരാണ്. അതുകൊണ്ട് തന്നെ അവൾ ചോദിക്കുന്നത്, ആരാണ് ഈ ഡാനിയൽ? പിന്നെ അവനുമായി ബന്ധപ്പെട്ട ഒരു നമ്പർ എന്റെ മനസ്സിലേക്ക് വരുന്നുണ്ടല്ലോ, അതെന്താണ് സംഭവം? അതേക്കുമ്പോൾ അതൊക്കെ വഴിയെ നിനക്ക് മനസ്സിലായിക്കോളും. ആ കാര്യത്തിനെ കുറിച്ച് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ നീ ഒരു കാര്യം ചെയ്യും, ഒരു കാരണവശാലും നീ വീട്ടിലേക്ക് പോകരുത്. ഓട്ടോമാറ്റിക്കായിട്ട് നിന്റെ മനസ്സിലേക്ക് ചില ഡയറക്ഷൻസ് വരും, ആ ഡയറക്ഷൻ ഫോളോ ചെയ്യുക. പിന്നെ നിന്റെ കയ്യിലെ ഫോൺ ഇപ്പൊ തന്നെ അത് നശിപ്പിച്ച് കളഞ്ഞേക്കണം, എന്നിട്ട് വേഗം വിട്ടോ. ഫോൺ നശിപ്പിച്ച് കളയാനോ? അപ്പൊ പിന്നെ നിങ്ങൾ എങ്ങനെയാണ് എന്നെ കണ്ടുപിടിക്കുന്നത്? ഞങ്ങൾക്ക് നിന്നെ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല മാർഗ്രറ്റ്, നീ ഞങ്ങളെ തേടി വന്നിരിക്കും. ആ കാര്യത്തിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അതുകൊണ്ട് വേഗം ഫോൺ നശിപ്പിക്കുക എന്നും പറഞ്ഞിട്ട് ഹ്യൂഗോ ഫോൺ കട്ട് ചെയ്തു. അതിനെ തുടർന്ന് അവൾ ഫോൺ എടുത്ത് വെളിയിലേക്ക് ഇട്ടു. എന്നിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങി അവൾ ജാക്സന്റെ അടുത്ത് ഫോണിന്റെ മേലേക്ക് വണ്ടി കയറ്റാൻ പറഞ്ഞു. അങ്ങനെ വണ്ടി കയറ്റി ആ ഫോൺ മൊത്തം അവർ നശിപ്പിച്ചു. എന്നിട്ട് അവൾ തിരിച്ച് വണ്ടിയിലേക്ക് കയറിയിട്ട് പറയുന്നത്, നേരെ വടക്കോട്ട് വിട്ടോ, നമുക്ക് എത്രയും പെട്ടെന്ന് ഡാനിയലിനെ കണ്ടുപിടിക്കണം എന്നാണ്. പക്ഷേ ഈ ഡാനിയൽ ആരാണെന്നോ അവൻ എവിടെയാണ് ഉള്ളതെന്നോ ഒന്നും ഇവർക്ക് അറിയത്തില്ല. ഇവളുടെ മനസ്സ് പറയുന്ന പോലെ അവൾ പ്രവർത്തിക്കുകയാണെന്ന് മാത്രം. ഈ സമയം ആ നോവയാണെങ്കിൽ വീണ്ടും ആ ചെയറിലേക്ക് ഇരുന്നു, ആ ജെയിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി. അയാൾ ഇപ്പോൾ ആ ഡിവൈസും കയ്യിൽ പിടിച്ചിട്ടുണ്ട്. ഈ സമയം ജെയിൻ ആണെങ്കിൽ ആ വീട്ടിലാണ്. അവൾ എന്തോ സാധനങ്ങൾ അവിടെ എടുത്തു വെക്കായിരുന്നു. അപ്പൊ ആ ഡിവൈസിൽ പിടിച്ച് അയാൾ അയാളുടെ പണി തുടങ്ങി കഴിഞ്ഞപ്പോൾ അവൾക്ക് എന്തൊക്കെയോ സംഭവിക്കാൻ തുടങ്ങി. അതിനിടയിൽ ഹ്യൂഗോ ആണെങ്കിൽ അയാളിപ്പോൾ ആ വീട് സെറ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, അവിടെ തന്നെയാണ്. അയാളിപ്പോൾ അയാളുടെ ഫോൺ എടുത്ത് ഡാനിയലിനെ വിളിച്ചു. ഈ സമയം ഡാനിയൽ വീട്ടിലില്ല, അവനിപ്പോൾ പുറത്തൊരു വയലിലാണ് നിൽക്കുന്നത്. ഹ്യൂഗോ ഇപ്പോൾ ഡാനിയലിന് ആ മാർഗ്രറ്റിന്റെ വീഡിയോ അയച്ചു കൊടുത്തു. എന്നിട്ട് അയാൾ പറയുന്നത്, ഞാനിപ്പോൾ നിനക്കൊരു വീഡിയോ അയച്ചു തന്നില്ലേ, നീ ഒന്ന് ചെക്ക് ചെയ്തേ. ഒരു മിനിറ്റ് എന്നും പറഞ്ഞിട്ട് ഡാനിയൽ ആ വീഡിയോ ചെക്ക് ചെയ്തു. ഞാൻ ആ വീഡിയോ കണ്ടു, ഇതൊരു പെണ്ണ് സംസാരിക്കുന്നല്ലേ, ഇതെന്താ സംഭവം? അത് സംഭവമാണ് ഡാനിയൽ, നമ്മൾ ഇത്രയും കാലമായിട്ട് വെയിറ്റ് ചെയ്തത് ഇവക്ക് വേണ്ടിയിട്ടാണ്. ഇവക്ക് വേണ്ടിയിട്ടോ? എന്തിന്?
നീ അവൾ ആ വീഡിയോയിൽ സംസാരിക്കുന്നത് കേൾക്കുന്നില്ലേ? അത് കേട്ടിട്ട് നിനക്ക് എന്താ തോന്നുന്നത്? ആ ഞാൻ കേട്ടു. അവളിപ്പത്തിൽ എന്താണ് പറഞ്ഞത്? നിങ്ങൾക്ക് അറിയാത്ത കാര്യത്തെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. ഇതല്ല അവള് പറഞ്ഞത്. അവനത് പറഞ്ഞപ്പോൾ ഹ്യൂഗോയ്ക്ക് അത്ഭുതമായി. നിങ്ങൾക്കറിയാത്ത കാര്യത്തെക്കുറിച്ച് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല, അങ്ങനെയാണോ അവൾ അതിൽ പറയുന്നത്? ആ അങ്ങനെ തന്നെയാണ് പറയുന്നത്. നിങ്ങൾ എന്താ ചെവിപൊട്ടനാണോ? ഡാനിയലിന് ചിരി വന്നു. എന്നാൽ ഈ സമയം ഹ്യൂഗോ ആണെങ്കിൽ അന്തം വിട്ട് നിൽക്കുകയാണ്. അയാൾ പറയുന്നത്, ആ വീഡിയോയിൽ അവൾ സംസാരിക്കുന്നത് ഞങ്ങൾ എല്ലാവരും കേട്ടതാണ്. പക്ഷെ അവൾ പറഞ്ഞ ഒരു കാര്യവും ഞങ്ങൾക്ക് മനസ്സിലായില്ല. കാരണം അവൾ സംസാരിക്കുന്നത് ഇംഗ്ലീഷിലല്ല, നമുക്കറിയാത്ത ഏതൊരു ഭാഷയിലാണ്. നിങ്ങൾ എന്താണ് ഹ്യൂഗോ ഈ പറയുന്നത്? അവൾ ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. എനിക്കത് വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഓക്കെ, ഇനിയിപ്പോ ഞാൻ പറയുന്നത് നീ കേക്ക്. ആ വീഡിയോയിൽ കണ്ട പെണ്ണില്ലേ, അവളുടെ പേര് മാർഗരറ്റ്. അവളുള്ളത് കാൻസസ് സിറ്റിയിലാണ്. നീ ഉടനെ തന്നെ അങ്ങോട്ട് പോകണം. അതിനുവേണ്ടി ഒരു കാർ ഞാൻ അറേഞ്ച് ചെയ്യാം. ഇന്ന് രാത്രി തന്നെ പുറപ്പെട്ടോ. നിക്ക് ഞാൻ പറയുന്നത് കേക്ക് ഹ്യൂഗോ. ആ വീഡിയോയിൽ ഇവള് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്ന് തന്നെയാണ് നിങ്ങൾ പറയുന്നത്. പക്ഷെ എനിക്കത് ക്ലിയർ ആയിട്ട് ഇംഗ്ലീഷിൽ മനസ്സിലാവുന്നുണ്ടല്ലോ. അത് വിട് ഡാനിയൽ. ഇപ്പൊ ഞാൻ പറയുന്നത് നീ കേക്ക്. നീ എത്രയും പെട്ടെന്ന് കാൻസസ് സിറ്റിയിലേക്ക് പുറപ്പെടും. അവിടെ ഒരു ഹോട്ടലിൽ ഞാൻ ബുക്ക് ചെയ്തേക്കാം. ഉടനെ തന്നെ ഒരു കാർ നിന്റെ അടുത്തേക്ക് എത്തും. ഏത് വഴിയാണ് പോകേണ്ടത് എന്നൊക്കെ അതിലുണ്ടാവും. വളരെ വെപ്രാളത്തിലാണ് ഹ്യൂഗോ ആ കാര്യം പറയുന്നത്. അതേക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് ഹ്യൂഗോ ഈ പറയുന്നത്? നിങ്ങളുടെ സംസാരം കേട്ടിട്ട് എനിക്ക് പേടിയാവുന്നു. എന്താണ് ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? ഒന്ന് തെളിച്ചു പറ. അതിലേക്ക് തന്നെയാണ് ഡാനിയൽ ഞാൻ വരുന്നത്. നിങ്ങൾ രണ്ടുപേരുണ്ട്, നീയും മാർഗരറ്റും. നിങ്ങളാണ് തെരഞ്ഞെടുക്കപ്പെട്ടവര്. അയാൾ അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പം ഹ്യൂഗോ നിൽക്കുന്ന ആ വയലുണ്ടല്ലോ, അവിടെ ചില മാറ്റങ്ങൾ വരാൻ തുടങ്ങി. അവിടുത്തെ പുല്ലുകളൊക്കെ മാറി നല്ല വലുപ്പത്തിൽ ചില രൂപങ്ങളൊക്കെ തെളിഞ്ഞു വന്നു. അത് കണ്ട് ഡാനിയൽ ആണെങ്കിൽ അന്തം വിട്ട് നിൽക്കുകയാണ്. ഈ സമയം ആ നോവയാണെങ്കിൽ ജെയിന്റെ മനസ്സിലേക്ക് കയറാനുള്ള ആ ശ്രമത്തിലാണ്. അയാളുടെ കയ്യിലുള്ള ആ ഡിവൈസിലും ഇപ്പൊ ഡാനിയലിൽ നിന്ന് ആ വയലിൽ കണ്ട ആ രൂപം ഉണ്ടല്ലോ, അത് കാണുന്നുണ്ട്. ഈ ജെയിന്റെ കണ്ണ് നീല കളറാണ്. ഇപ്പൊ അയാൾ അവളുടെ മൈൻഡിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ അയാളുടെ കണ്ണ് നീലയായി, അവളുടെ കണ്ണ് കറുത്തായി. അതായത് ഇവളുടെ കണ്ണുകൾ കറുത്ത കളർ ആവുകയാണെങ്കിൽ അതിനർത്ഥം ഇവൾ അയാളുടെ കൺട്രോൾ ആണെന്നാണ്. അങ്ങനെ അവളുടെ കൺട്രോൾ കിട്ടി കഴിഞ്ഞപ്പം ഇനിയിപ്പോൾ അയാൾ കൈ പൊക്കി കഴിഞ്ഞാൽ അവളും കൈ പൊക്കും, കൈ വിടർത്തി കഴിഞ്ഞാൽ അവളും കൈ വിടർത്തും. ആ അവസ്ഥയിലാണ് അവളിപ്പോൾ. മാത്രമല്ല അയാൾക്ക് ഇവളുടെ അടുത്ത് നേരിട്ട് വന്ന് സംസാരിക്കാനും പറ്റും. ഇപ്പൊ ആ ഒരു സംഭാഷണമാണ് കാണിക്കുന്നത്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അയാൾ നേരിട്ട് ഇങ്ങോട്ട് വരുന്നില്ല. അയാൾ തന്റെ മുമ്പിൽ ഇരിക്കുന്നതായിട്ട് അവളുടെ മനസ്സിൽ തോന്നുന്നതാണ്. അങ്ങനെ അവിടെ ടേബിളിന്റെ അടുത്തേക്ക് വന്നിരുന്നതിന് ശേഷം അയാൾ അവളോട് ചോദിക്കുന്നത് അവളിപ്പോൾ ഉള്ള സ്ഥലം എവിടെയാണെന്നാണ്. എന്നാൽ അവൾക്ക് ആ സ്ഥലം എവിടെയാണ് എന്ന് കറക്റ്റായിട്ട് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ നോവ അവളോട് പറയാൻ പറയുന്നത് അവൾ വന്ന വഴിയാണ്. അതായത് വരുന്ന വഴിയിൽ അവൾ എന്തൊക്കെ കണ്ടു എന്ന്. ജെയിൻ ആണെങ്കിൽ തത്ത പറയുന്ന പോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ആ ഇൻഫർമേഷനൊക്കെ കിട്ടിക്കഴിയുമ്പോൾ അയാൾ കുറെ അസിസ്റ്റൻസ് അവിടെ ഇരിക്കുന്നുണ്ട്. അയാൾ പറഞ്ഞ പ്രകാരം അവർ ആ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് നേരത്തെ ശ്രമത്തിന് ശേഷം അവരിപ്പോൾ ഡാനിയലുള്ള ആ വീടിന്റെ ലൊക്കേഷൻ കണ്ടെത്തി. അതിനെ തുടർന്ന് അവന്മാർ കുറെ കാറുകളിലായിട്ട് അവിടേക്ക് പുറപ്പെടുകയും ചെയ്തു. ഈ സമയം നോവയാണെങ്കിൽ അവളോടുള്ള സംസാരത്തിൽ തന്നെയാണ്. അയാൾ പറയുന്നത്, ഇനി ഒരു പക്ഷേ ഞങ്ങൾക്ക് ഡാനിയലിനെ കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ അവൻ ഇനിയും മിസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നീ എനിക്ക് വേണ്ടി അവനെ കൊന്നു തരണമെന്നാണ്. അത്രയും പറഞ്ഞ് അയാൾ അവളെ എഴുന്നേപ്പിച്ചു. അവിടെ ചെന്നിട്ട് കത്തിയെടുക്കാനാണ് അയാൾ അവളോട് പറയുന്നത്. അവൾ അതുപോലെ തന്നെ അനുസരിക്കുകയും ചെയ്തു. ഈ സമയം തന്നെ കാറിലിരിക്കായിരുന്ന മാർഗരറ്റിന് പെട്ടെന്ന് മനസ്സിലേക്ക് ഒരു കാര്യം വന്നു. അതായത് ആ നോവയുടെ ആൾക്കാർ ഡാനിയലിനെ പിടിക്കാൻ വേണ്ടി പുറപ്പെട്ടിട്ടുണ്ട്. അതോട് പെട്ടെന്ന് അവൾ ജാക്സന്റെ ഫോൺ എടുത്ത് നേരെ ഡാനിയലിനെ വിളിച്ചു. അവൻ ഇപ്പോഴും ആ വയലിൽ തന്നെ നിൽക്കുകയാണ്. വളരെ വെപ്രാളത്തോടാണ് അവൾ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. നോക്ക് ഡാനിയൽ, നീ ആരാണെന്നോ നീ എവിടെയാണെന്നോ നീ എന്താണെന്നോ ഒരു തേങ്ങയും എനിക്ക് അറിയത്തില്ല. പക്ഷെ ഒരു കാര്യം അറിയാം, അവർ നിന്റെ പുറകെയുണ്ട്. കൈ കിട്ടിക്കഴിഞ്ഞാൽ അവർ നിന്നെ കൊല്ലും. അതുകൊണ്ട് ഒരു കാരണവശാലും നീ വീട്ടിലേക്ക് പോകരുത്. അവൾ ആ കാര്യങ്ങളൊക്കെ ഒറ്റ ശ്വാസത്തിൽ അങ്ങോട്ട് പറഞ്ഞു കണ്ടപ്പം കൂടെ ഇരിക്കുന്ന ജാക്സന് ശരിക്കും അങ്ങോട്ട് ദേഷ്യം വന്നു. നീ ആരോടാണ് ഈ സംസാരിക്കുന്നതെന്ന് ചോദിച്ചിട്ട് അവനെ ഫോൺ ഇങ്ങോട്ട് തട്ടിപ്പറിച്ചു. എന്നാൽ ഇതെല്ലാം കേട്ട് ഡാനിയൽ ആണെങ്കിൽ ശരിക്കും അന്തം വിട്ട് നിൽക്കുകയാണ്. അങ്ങനെ അവൻ ആ വീടിന്റെ പരിസരത്തേക്ക് നോക്കിയപ്പോൾ വാഡക്സിന്റെ ആൾക്കാരൊക്കെ അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. അപ്പൊ അവള് പറഞ്ഞ കറക്റ്റാണ് എന്ന കാര്യം മനസ്സിലായി. പക്ഷെ വീട്ടിനകത്ത് ജെയിൻ ഉണ്ടല്ലോ, അവളെ രക്ഷിക്കണം. അതിനുവേണ്ടി അവൻ അവര് കാണാതെ നൈസായിട്ട് അവരുടെ കാറിന്റെ പുറകിലേക്ക് ചെന്നു. എന്നിട്ട് വേഗം തന്നെ അവരുടെ ഒരു വണ്ടിയിലേക്ക് കയറി. ഇതൊന്നും അവനായിട്ട് ചെയ്യുന്നല്ല, അവനെ കൊണ്ട് ആരോ ചെയ്യിക്കുന്നത് പോലെയാണ് അവനത് ഫീൽ ചെയ്യുന്നത്. അവൻ ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ സ്വയം പറയുന്നുണ്ട്. അങ്ങനെ അവൻ വേഗം ആ കാറ് വീട്ടിലേക്ക് ഇടിച്ചു കയറ്റി. ഈ സമയം ജെയിൻ ആണെങ്കിൽ അവിടെ ഒരു കസേരയിൽ കിളി പോയിരിക്കുകയാണ്. അവൻ ഓടിച്ചെന്നിട്ട് അവളെയും പിടിച്ച് ആ കാറിലേക്ക് കയറ്റി. എന്നാൽ അപ്പോഴേക്കും ആ വാഡക്സിന്റെ ആൾക്കാരൊക്കെ അങ്ങോട്ടെത്തി. എന്നാൽ അതൊന്നും നോക്കാതെ അവൻ വേഗം തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ആ വീടിന്റെ മറ്റൊരു ഭാഗം പൊളിച്ചിട്ട് വെളിയിലേക്ക് ഇറങ്ങി. എന്നാൽ ആ വാഡക്സിന്റെ ആൾക്കാർ വിടുന്നില്ല, അവരും അവനെ ഫോളോ ചെയ്യാണ്. എന്നാൽ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജെയിൻ ഇപ്പോൾ ഉള്ളത് നോവയുടെ കൺട്രോളിലാണ്. അവളുടെ കയ്യിലായിട്ട് ആ കത്തിയും. അങ്ങനെ അയാളുടെ കൺട്രോളിനനുസരിച്ച് അവൾ ആ കത്തി എടുത്തു. എന്നാൽ ഈ സമയത്താണ് അവരെ ഫോളോ ചെയ്തൊരു കാർ വന്നിട്ട് അവരടിച്ചത്. അതോടുകൂടെ അവളുടെ കയ്യിൽ നിന്ന് കത്തി താഴേക്ക് വീണു. എന്നാൽ അവൾ പിന്നെയും കത്തിയെടുത്തു. എന്നാൽ ഇത്തവണ അവൾ കത്തിയെടുത്തത് ഡാനിയൽ കണ്ടു. നീ എന്താണ് ജെയിൻ ഈ കാണിക്കുന്നത്? എന്നാൽ അവളൊന്നും പറയുന്നില്ല. ഒരു വല്ലാത്ത നോട്ടമാണ് അവളിപ്പോൾ അവനെ നോക്കുന്നത്. എന്നാൽ അടുത്ത സെക്കൻഡിൽ താൻ അയാളുടെ കൺട്രോളിലാണ് എന്ന കാര്യമൊക്കെ മനസ്സിലായി. അതുകൊണ്ട് അവൾ ആ കത്തിയെടുത്ത് അവളുടെ കയ്യിൽ തന്നെ കുത്തി. ഈ സമയം നോവയാണെങ്കിൽ ആ ഡിവൈസ് കൈ പിടിച്ചിരിക്കുകയാണല്ലോ. അവൾ ആ കത്തിയെടുത്ത് കയ്യിൽ കുത്തി കഴിഞ്ഞപ്പം അയാളും ആ ഡിവൈസ് എടുത്തിട്ട് അയാളുടെ കയ്യിൽ കുത്തി. അത് ഭയങ്കര പെയിൻഫുൾ ആയിരുന്നു. അയാൾ ഉറക്കെ നിലവിളിച്ചു. അതിനെ തുടർന്ന് ജെയിനിലുള്ള അയാളുടെ കൺട്രോൾ അങ്ങോട്ട് നഷ്ടപ്പെട്ടു. ഈ സമയം തന്നെ ഡാനിയൽ ആണെങ്കിൽ കാട്ടിലൊരു സ്ഥലത്തെത്തി കഴിഞ്ഞപ്പോൾ വണ്ടി നിർത്തി. ഇനി വണ്ടി മുന്നോട്ട് പോകത്തില്ല, അപ്പുറത്തായിട്ട് ഒരു ലേക്കാണ്. അതുകൊണ്ട് അവർ വേഗം വണ്ടിയിൽ നിന്ന് ഇറങ്ങി. എന്നിട്ട് ആ വണ്ടി മാത്രം ലേക്കിലേക്ക് തള്ളിയിട്ടു. അതിനുശേഷം അവർ വേഗം തന്നെ അവിടെ മാറിക്കാണ്.
ഈ സമയമാകുമ്പോഴേക്കും വാഡക്സിന്റെ ആൾക്കാരൊക്കെ അങ്ങോട്ടെത്തി. ആ വണ്ടി പറഞ്ഞ് അവരും കണ്ടായിരുന്നു. അവരവിടെ ചെക്ക് ചെയ്തതിൽ നിന്നും ഡാനിയലും ജെയിനും ആ വണ്ടിയുടെ കൂടെ വെള്ളത്തിലേക്ക് പോയി എന്നാണ് അവർ വിചാരിക്കുന്നത്. ഈ സമയം തന്നെ മാർഗ്രറ്റും ജാക്സണും ഒരു പെട്രോൾ പമ്പിൽ നിൽക്കുകയാണ്. അവിടെ കുറെ ആൾക്കാർ വെപ്രാളം പിടിച്ച് പല സാധനങ്ങളും എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഇപ്പൊ അടുത്തൊരു യുദ്ധം ഉണ്ടാവുന്നതാണ്. അതിന്റെ പേടിയാണ് എല്ലാവർക്കും. ഇപ്പൊ ജാക്സനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നാണ്. എന്നാൽ മാർഗ്രറ്റ് പറയുന്നതോ അവർക്ക് ഡാനിയലിനെ കാണണമെന്ന്. അവസാനം അവനത് സമ്മതിക്കേണ്ടി വന്നു. എന്നിട്ട് ഞാൻ പോയിട്ട് കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ട് വരാമെന്നും പറഞ്ഞിട്ട് ജാക്സൺ ഇപ്പൊ സൂപ്പർ മാർക്കറ്റിലേക്ക് കയറി. എന്നാൽ സൂപ്പർ മാർക്കറ്റിലേക്ക് കയറി കഴിഞ്ഞപ്പം അവന്റെ സ്വഭാവം മാറി. അവൻ നേരെ മാർഗ്രറ്റിന്റെ ഡോക്ടറെ വിളിച്ചു. എന്നിട്ട് അവൻ പറയുന്നത് അവളുടെ അവസ്ഥ വളരെ മോശമാണ്. ഞാൻ വിചാരിച്ചാലൊന്നും അവളെ ഇനി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. ഞങ്ങൾ പിന്നെ സ്ഥലത്തുണ്ട്, നിങ്ങൾ കുറച്ച് ആൾക്കാർ ഇങ്ങോട്ട് വരാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് അവൻ കാര്യങ്ങളൊക്കെ ഡീലാക്കി. അതിനുശേഷം അവൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി നോക്കുമ്പോൾ അവളെ കാണുന്നില്ല. അവൾ കാര്യങ്ങളൊക്കെ ഒരു കുട്ടിയെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് പോയിരിക്കുന്നത്. ആ കുട്ടി ഇപ്പൊ ജാക്സനോട് പറയുന്നത് ചേച്ചിക്ക് നിങ്ങൾ ഒരുപാട് ഇഷ്ടമാണ്, പക്ഷെ ചേച്ചിക്ക് ഡാനിയലിനെ കണ്ടെത്തിയേ പറ്റൂ, അതുകൊണ്ട് ചേച്ചി ഇപ്പൊ അവനെ തേടി പോയിരിക്കുകയാണെന്ന്. അങ്ങനെ സമയം രാത്രി. ഡാനിയൽ ഇപ്പം ഇന്ത്യാന എന്ന ഒരു ഹോട്ടൽ റൂം എടുത്തു. റൂമിലേക്ക് എത്തിയതിനു ശേഷം അവനൊരു പേപ്പറിൽ മാത്തമാറ്റിക്സിൽ എന്തൊക്കെ കാര്യങ്ങൾ എഴുതി. ഏട്ടാ അവൻ നേരെ ഹ്യൂഗോനെ വിളിക്കുകയാണ്. ഏട്ടാ അവൻ പറയുന്നത്, ഹ്യൂഗോ, പഴയ ചില കാര്യങ്ങളൊക്കെ എന്നിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ എന്നെ തന്നെ തുറച്ചു നോക്കുന്ന മൃഗങ്ങളെ കുറിച്ച്, അതെല്ലാം വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെന്താ ഡാനിയൽ, അവർ നിന്നെ ഉപദ്രവിക്കുന്നൊന്നുമില്ലല്ലോ, അല്ല ഇതൊക്കെ ഒരു സ്വപ്നമാണോ അതോ നിന്റെ ഒരു മെമ്മറി മാത്രമാണോ? അതൊന്നും എനിക്ക് അറിയത്തില്ല ഹ്യൂഗോ, ചെറുപ്പത്തിൽ എനിക്ക് ഇതുപോലത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് വിട്. അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വാഡക്സിൽ എന്നെ ജോലിക്കെടുത്ത് നിങ്ങൾ പറഞ്ഞിട്ടാണോ? അതിനെന്തെങ്കിലും കാരണമുണ്ടോ? കാരണമുണ്ട് ഡാനിയൽ. ഒന്ന് മാത്തമാറ്റിക്സിൽ നിനക്കുള്ള കഴിവ്, അതിനേക്കാൾ ഉപരി വേറെയും കാരണങ്ങളുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇപ്പം നിന്റെ സുരക്ഷയാണ് പ്രധാനം. കാരണം വിശിഷ്ടമായ ഒരു ജോലി നിനക്ക് ചെയ്യാനുണ്ട്, നിനക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യം, അത് തടസ്സപ്പെടാൻ പാടില്ല. ഹ്യൂഗോ അത്രയും പറഞ്ഞു കഴിയുമ്പോൾ അവൻ പറയുന്നത്, നോക്ക് ഹ്യൂഗോ, ചെറുപ്പം മുതൽ പല കാര്യങ്ങളും എന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഇതുവരെ ഒന്നിനും എനിക്ക് ഉത്തരം കിട്ടിയിട്ടില്ല. പിന്നെ ഇപ്പോൾ ഈ നടക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ വ്യക്തമാവുന്നുമില്ല. ഇതെല്ലാം എന്നെ വല്ലാണ്ട് പേടിപ്പിക്കുന്നു. എന്തിനാ പേടിക്കുന്നത് ഡാനിയൽ? അതിന്റെ ആവശ്യമൊന്നുമില്ല. ഞാനില്ല നിന്റെ കൂടെ. ഞാൻ മാത്രമല്ല, സമയം വരുമ്പോൾ എല്ലാം നിനക്ക് വ്യക്തമായിക്കോളും. ഇന്ന് രാത്രി കൂടെ നീ ഒന്ന് സേഫ് ആയിട്ടിരിക്കേ. നാളെയാണ് ആ ദിവസം. നാളത്തെ പോലെ മറ്റൊരു ദിവസം ഇനി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പോകുന്നില്ല എന്നും പറഞ്ഞിട്ട് അയാൾ നാളെ അവൻ പോവേണ്ട സ്ഥലം അവന് പറഞ്ഞു കൊടുത്തു. അത് മാർഗ്രറ്റ് വർക്ക് ചെയ്യുന്ന ന്യൂസ് ചാനലാണ്, KCXC. അവൻ ആ പേര് റിപ്പീറ്റ് ചെയ്തപ്പം അവിടെ തല തോർത്തിക്കൊണ്ട് നിന്ന ജെയിനും അത് കേട്ടു. അങ്ങനെ ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പം അവനൊരു ഡൗട്ട്, ഇനി എങ്ങാനും നോവ ജെയിന്റെ മനസ്സിലേക്ക് കയറുമെന്ന്. ആ കാര്യം നേരത്തെ കാറിലിരുന്നപ്പോൾ അവന് മനസ്സിലായതാണല്ലോ. ഇനി കയറി കഴിഞ്ഞാലും താനുള്ള ഹോട്ടലിന്റെ പേര് അയാൾ മനസ്സിലാക്കരുത്. അതിനുവേണ്ടി ജെയിൻ കാണാതെ ആ റൂമിലെ ഹോട്ടലിന്റെ പേരുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവൻ എടുത്തു മാറ്റി. എന്നിട്ട് അവൻ ജെയിനെ അടുത്ത് വിളിച്ചിട്ട് മാർഗ്രറ്റിന്റെ ആ വൈറലായ വീഡിയോ ഉണ്ടല്ലോ അത് അവൾക്ക് കാണിച്ചു കൊടുത്തു. എന്നിട്ട് അവൻ ചോദിക്കുന്നത്, നീ ഈ വീഡിയോ കണ്ടില്ലേ? ഇതിൽ അവൾ സംസാരിക്കുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇല്ല, ഇതെന്താ തത്ത സംസാരിക്കുന്ന പോലെ, ഇത് ഏത് ഭാഷയാണ്? അപ്പൊ നിനക്കും മനസ്സിലാവുന്നില്ലല്ലേ? എന്നാൽ എനിക്ക് അല്ല, എന്റെ ബ്രെയിനിന് ഇത് ഇംഗ്ലീഷാണ്, അതുകൊണ്ട് ഇവള് പറയുന്നത് എനിക്ക് മനസ്സിലാവും. നീ എന്താ ഡാനിയൽ ഈ പറയുന്നത്? ഒന്ന് വ്യക്തമാക്കിക്കേ. ഒന്നുമില്ല, ഇപ്പോൾ ഇവളീ സംസാരിക്കുന്നുണ്ടല്ലോ, ഇത് മാത്തമാറ്റിക്സ് ആണ്. ഞാനത് കേൾക്കുമ്പോൾ എന്റെ ബ്രെയിൻ അത് ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്ത് തരും എന്നും പറഞ്ഞ് അവൻ ആ പേപ്പറിൽ എഴുതിയ മാത്തമാറ്റിക്സ് ഒക്കെ അവൾക്ക് കാണിച്ചു കൊടുത്തു. ഇതാണ് അവൾ ആ വീഡിയോയിൽ സംസാരിക്കുന്നത്. അതെല്ലാം കേട്ട് അവൾ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. അങ്ങനെ ആ സംസാരത്തിന് ശേഷം ജെയിൻ പറയുന്നത്, ചിലപ്പോൾ ഉറങ്ങുന്ന സമയം അയാൾ എന്റെ മനസ്സിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ പിന്നെയും നിന്നെ കൊല്ലാൻ ശ്രമിക്കും. അത് വേണ്ട, അതുകൊണ്ട് എന്നെ നീ കെട്ടിയിട്ടിട്ട് ഉറങ്ങിയാൽ മതി എന്നും പറഞ്ഞ് അവൾ കയറെടുത്തു. അവൻ അതുപോലെ അനുസരിക്കുകയും ചെയ്തു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ഡാനിയൽ നല്ല ഉറക്കമാണ്. ഈ സമയം ജെയിൻ പ്രതീക്ഷിച്ച പോലെ തന്നെ നോ അവളുടെ മനസ്സ് കയറി. എന്നിട്ട് അയാൾ നോക്കുന്നത് ആ ഒരു പേര് ഹോട്ടലിലാണെന്നാണ്. ഹോട്ടലിന്റെ പേരെഴുതിയ എല്ലാ സാധനങ്ങളും ഡാനിയൽ അവിടുന്ന് മാറ്റിയെങ്കിലും അവൻ ആ മാത്തമാറ്റിക്സ് എഴുതിയ പേപ്പർ ഉണ്ടല്ലോ അതിപ്പോഴും അവന്റെ കയ്യിൽ തന്നെയുണ്ട്. ആ പേപ്പറിൽ ഹോട്ടലിന്റെ പേര് കാണാം. അങ്ങനെ കുറച്ച് സമയം കൂടെ കഴിഞ്ഞ് ഡാനിയലിനെ പിക്ക് ചെയ്യാൻ വേണ്ടി സാന്റിയാഗോ അവന്റെ വണ്ടിയിൽ ഹോട്ടലിന് മുമ്പിലേക്ക് എത്തി. എന്നാൽ അവൻ ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് വാഡക്സിലെ കുറെ വണ്ടികൾ അങ്ങോട്ട് വരുന്നത്. വാഡക്സിന്റെ ആൾക്കാരൊക്കെ അങ്ങോട്ട് എത്തിയ കാര്യം റൂമിലിരുന്ന് ഡാനിയലും കണ്ടു. ഇനിയിപ്പോൾ രക്ഷപ്പെടാൻ പറ്റത്തില്ല എന്ന കാര്യം അവന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവൻ ജെയിനെയും കൊണ്ട് ബാത്റൂമിലേക്ക് ചെന്നു. എന്നിട്ട് അവന്റെ കയ്യിലുള്ള ആ ഏലിയൻ ഡിവൈസ് ഉണ്ടല്ലോ അത് അവക്ക് കൊടുത്ത് അവളെ പുറത്തേക്ക് ഇറക്കി വിട്ടു. അതിനുശേഷം അവൻ ആൾക്കാരുടെ മുമ്പിൽ കീഴടങ്ങി. ഈ സമയം ഒരുത്തൻ ഡാനിയലിന്റെ ബാഗൊക്കെ തപ്പി നോക്കി. പക്ഷെ ആ ഡിവൈസ് അതിനകത്ത് ഉണ്ടായിരുന്നില്ല. അയാൾ ആ ഡിവൈസ് എവിടെ എന്ന് ഡാനിയലിനോട് ചോദിച്ചപ്പോൾ അവൻ ജസ്റ്റ് ഒന്ന് ചിരിച്ചു കാണിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസമായി ഡാനിയൽ ഇപ്പം ആ നോവയുടെ അടുത്താണ്. അയാൾ അവന്റെ കയ്യിലുള്ള പെൺഡ്രൈവും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു. എല്ലാ സാധനങ്ങളും കിട്ടി. എന്നാൽ ആ ഏലിയൻ ഡിവൈസ് മാത്രം അയാൾക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അയാൾ ഡാനിയലിന്റെ അടുത്ത് ചോദിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ആ ഡിവൈസ് എവിടെ, രണ്ടാമത്തേത് ഹ്യൂഗോ എന്താണ് പ്ലാൻ ചെയ്യുന്നതെന്ന്. എന്നാൽ അവനൊന്നും തന്നെ പറയുന്നില്ല. ഈ സമയത്താണ് പുറത്ത് മാർഗ്രറ്റ് വരുന്നത്. അവൾക്ക് എല്ലാവരുടെയും മനസ്സ് വായിക്കാൻ പറ്റുന്നുണ്ട്. സെക്യൂരിറ്റി ക്ലിയറൻസ് ഒക്കെ ഈസി ആയിട്ട് അവൾ കടന്നുപോയി. അങ്ങനെ അവൾ വേഗം തന്നെ ഡാനിയലിനെ പിടിച്ചു വെച്ചിരിക്കുന്ന ആ റൂമിലേക്ക് എത്തി. അവളങ്ങോട്ട് കയറി വന്ന് കണ്ടപ്പോൾ തന്നെ നോവയ്ക്ക് ആളെ മനസ്സിലായി. എന്നാൽ അയാൾക്ക് അവളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അയാൾ നോക്കുമ്പോൾ അവളിപ്പോൾ നിൽക്കുന്നത് അയാളുടെ ഭാര്യയുടെ രൂപത്തിലാണ്. ആ റൂമിലെ മറ്റേ ആൾക്കാർ അവളെ പിടിക്കാൻ ചെന്നപ്പോൾ അയാൾ അത് തടയുകയും ചെയ്തു. ഈ സമയം മാർഗ്രറ്റ് ആണെങ്കിൽ ഡാനിയലിന്റെ അടുത്തേക്ക് എത്തി. അവനെ കണ്ടപ്പോൾ അവളും അവളെ കണ്ടപ്പോൾ അവനും അത്ഭുതത്തോടെ പരസ്പരം കണ്ണിലേക്ക് നോക്കിയാണ്.
കാരണം ഇവർക്ക് രണ്ടുപേർക്കും നേരത്തെ അറിയാം, ഇവർ പരസ്പരം കണ്ടിട്ടുണ്ട്. എന്നാൽ എവിടെ വെച്ചാണ് എന്ന കാര്യം അവർക്ക് അറിയത്തില്ല. ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും അധികം സംസാരിക്കാൻ അവർക്ക് സമയമില്ല. അതുകൊണ്ട് വേഗം തന്നെ അവൾ അവന്റെ കെട്ടുകൾ അയച്ചിട്ട് പുറത്തേക്ക് നടന്നു. ഈ സമയം 2-3 ആൾക്കാർ അവരെ പിടിക്കാൻ വന്നു. എന്നാൽ ആരൊക്കെ അവരെ പിടിക്കാൻ വരുന്നോ അവരെല്ലാം നോക്കുമ്പോൾ അവളെ അവർക്ക് കാണാൻ സാധിക്കുന്നത് അവരുടെ കുടുംബത്തിലുള്ള ഒരാളെ പോലെയാണ്. അതുകൊണ്ട് തന്നെ ഒരാൾക്കും അവൾ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ വളരെ കൂളായിട്ട് അവൾ അവനെ ആ കാറിലേക്ക് കയറ്റി പെട്ടെന്ന് തന്നെ അവിടുന്ന് പോവാണ്. അവരിപ്പോൾ നേരെ പോകുന്നത് കാൻസാസ് സിറ്റിയിലേക്കാണ്, അവളുടെ ഓഫീസിലേക്ക്. ഈ സമയം അവന്റെ മുഴുവൻ ഡീറ്റെയിൽസും, അതായത് അവൻ ആരാണ്, ഇത്രയും കാലം അവൻ എന്തൊക്കെ ചെയ്തു, ഇന്നലെ വരെ അവൻ എന്തൊക്കെ സംഭവിച്ചു എന്ന കാര്യങ്ങളൊക്കെ അവൾ പറഞ്ഞു. മാത്രമല്ല അവൾക്ക് കിട്ടിയ കഴിവിനെ കുറിച്ചും പറഞ്ഞു. അതായത് ഒരാളെ നോക്കിക്കഴിഞ്ഞാൽ അയാളുടെ മനസ്സിലേക്ക് കയറാൻ പറ്റും, അയാളുമായി ബന്ധപ്പെട്ട മുഴുവൻ ഡീറ്റെയിൽസ് അവൾക്ക് അറിയാൻ പറ്റുമെന്ന്. ഈ കാര്യങ്ങളൊക്കെ അവൾ പറഞ്ഞു കഴിയുമ്പോൾ അവൻ ചോദിക്കുന്നത് എന്ന് മുതലാണ് നിനക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയതാണ്. അതേക്കുമ്പോൾ ഇന്നലെ ഞാൻ വീട്ടിലിരിക്കുമ്പോൾ എന്റെ ടേബിളിലേക്ക് ഒരു പക്ഷി വന്നു, കാർഡിനൽ എന്ന പക്ഷി. അതിന് ചുവന്ന കളറായിരുന്നു. അത് വന്നിരുന്നപ്പം ഞാൻ അതിനൊന്ന് നോക്കി. അതിനുശേഷമാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നത്. അവൾ അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം അവനും ഈ കാർഡിനൽ എന്ന് പറഞ്ഞ പക്ഷിയെ കണ്ടിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ അവർ സംസാരിച്ച് തീരുമ്പോഴേക്കും അവരിപ്പോൾ റെയിൽവേ ക്രോസിലേക്ക് എത്തി. ക്രോസ് അടഞ്ഞു കിടക്കുന്നതുകൊണ്ട് അവൾ വണ്ടി നിർത്തി. ഈ സമയം അവൻ അവന്റെ അനുഭവങ്ങൾ പറയാണ്. അതായത് അവൻ 20 വയസ്സുള്ളപ്പോൾ ഒരു ദിവസം അവൻ കോളേജ് ഹോസ്റ്റലിൽ കിടക്കുമ്പോൾ പെട്ടെന്ന് എന്തോ അവനെ വാച്ച് ചെയ്യുന്ന പോലെ അവൻ ഫീൽ ചെയ്തു. നോക്കുമ്പോൾ ഈ കാർഡിനൽ എന്ന് പറഞ്ഞ പക്ഷിയായിരുന്നു. അത് ജനലിന്റെ അടുത്ത് ഇരുന്നിട്ട് അവനെ തന്നെ ഇങ്ങനെ നോക്കുന്നു. അതിനുശേഷം അവന്റെ ജീവിതത്തിൽ പല കാര്യങ്ങളിലും മാറ്റം വന്നു. അതായത് പിന്നെ ഇവന് വന്ന വിഷൻസ് ഒക്കെ മാത്തമാറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. അങ്ങനെയാണ് ഇവനൊരു മാത്തമാറ്റിക്സ് ജീനിയസ് ആയത്. പക്ഷെ അവനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ശാപം കിട്ടിയതുപോലെയായിരുന്നു. കാരണം എപ്പോഴും ഇവന്റെ മനസ്സിലേക്ക് ഓരോരോ സിമ്പിൾസ് ഇങ്ങനെ കടന്നു വരും. അവൻ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോഴാണ് ട്രെയിൻ അതിലെ പാസ് ചെയ്തത്. ഈ സമയം അവൻ അവളോട് പറയുന്നത്, അന്നാ ന്യൂസ് ചാനലിൽ വെച്ചിട്ട് നിന്റെ വൈറലായ വീഡിയോ ക്ലിപ്പില്ലേ, അതിൽ നീ സംസാരിച്ച കാര്യമുണ്ടല്ലോ, അതെന്താണെന്ന് നിനക്കറിയോ? പക്ഷെ എനിക്കറിയാം. നിങ്ങൾക്ക് അറിയാത്ത കാര്യത്തെക്കുറിച്ച് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. അതാണോ ഞാൻ പറഞ്ഞത്? പക്ഷെ എന്റെ കൂടെയുള്ളവർ പറഞ്ഞത് ഞാൻ എന്തൊക്കെ പൊട്ടത്തരം പറയുകയാണെന്നാണല്ലോ. അല്ല, നീ ഇത് തന്നെയാ പറഞ്ഞത്. എനിക്ക് ആ കാര്യങ്ങളൊക്കെ നല്ല വ്യക്തമായിട്ട് മനസ്സിലായി. പക്ഷെ പറഞ്ഞത് മാത്തമാറ്റിക്സിലാണ്. അതാണ് ആർക്കും മനസ്സിലാവാഞ്ഞത്. ഡാനിയൽ അത്രയും കണ്ട് പറഞ്ഞു കഴിഞ്ഞപ്പം അവരുടെ പുറകിൽ ഒരു കാർ വന്നിട്ട് ഒരൊറ്റയടി. അതാ ബോയ്ഡ് ആയിരുന്നു. അവനിപ്പം ഇവരെ കൊല്ലാൻ ശ്രമിക്കുകയാണ്. ഇവരുടെ വണ്ടി നിരക്കി ആ ട്രെയിനിൽ ഇടിപ്പിച്ച് എന്ത് കാണിച്ചിട്ടും അവർക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. അങ്ങനെ ബോയ്ഡ് ഇവരുടെ വണ്ടി ഇടിച്ച് ആ ട്രെയിനിലേക്ക് ഇടിപ്പിച്ചു. അതിനെ തുറന്ന് ട്രെയിൻ ഇവരുടെ കാർ കൊണ്ട് പോവാണ്. ഇനിയിപ്പോൾ അതിനകത്ത് ഇരുന്ന് കഴിഞ്ഞ പണിയാണ് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് അവർ രണ്ടുപേരും വേഗം തന്നെ ഫ്രണ്ടിലെ ഗ്ലാസ് പൊളിച്ചിട്ട് ആ കാറിന്റെ മുകളിലേക്ക് കയറി. എന്നാൽ ഈ സമയത്താണ് ഓപ്പോസിറ്റ് നിന്ന് ഒരു ട്രെയിൻ വരുന്നത്. അതിപ്പം കണ്ടെത്തും. അത് കണ്ടതും ഡാനിയൽ വേഗം തന്നെ ട്രെയിനിന്റെ മുകളിലേക്ക് കയറാൻ തുടങ്ങി. ഈ സമയം അവരെ ഫോളോ ചെയ്തുകൊണ്ട് ആ ബോയ്ഡ് വരുന്നുണ്ട്. അവൻ ആ ട്രെയിനിന്റെ മുകളിലേക്ക് കയറുന്ന കാണുമ്പോൾ അയാൾ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. എന്നാൽ അതൊന്നും അവന് കൊള്ളുന്നില്ല. അങ്ങനെ പെട്ടെന്ന് തന്നെ ഡാനിയൽ ആ ട്രെയിനിലേക്ക് കയറി. എന്നിട്ട് മറ്റേ ട്രെയിൻ വന്നിട്ട് ആ കാറിൽ ഇടിക്കുമ്പോഴേക്കും അവൻ മാർഗരറ്റിനെയും പിടിച്ചു കയറ്റി. അതിനെ തുറന്ന് ഓപ്പോസിറ്റ് ട്രെയിൻ അവരുടെ കാറും കൊണ്ട് അവിടുന്ന് പോവുകയും ചെയ്തു. കഷ്ടിച്ചാണ് അവർ അവിടുന്ന് രക്ഷപ്പെട്ടത്. ഇതേ സമയം തന്നെ ഹ്യൂഗോ ആണെങ്കിൽ ആ വീടിന്റെ സെറ്റിനകത്ത് നിൽക്കുകയാണ്. അതിനിടയിലാണ് അയാൾക്ക് വല്ലാത്തൊരു തലവേന. പക്ഷെ അയാൾക്ക് കാര്യം മനസ്സിലായി. നോവ അയാളുടെ മനസ്സിലേക്ക് കയറാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ആൾക്കാരെയും അയാൾ അവിടെ നിന്ന് ഇറക്കി വിട്ടു. നോവ അവിടെ ഇരിക്കുന്ന കാണുമ്പോൾ ഹ്യൂഗോ സംസാരിച്ചു തുടങ്ങി. നോവ, പ്ലീസ്, നീ ആ ഡിവൈസ് വെച്ച് കളിക്കരുത്. അതൊരു മാന്ത്രിക വടിയൊന്നുമല്ല. നിന്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള ഒരു ആയുധവും അല്ലാതെ. അത് നീ മനസ്സിലാക്കണം. അതൊക്കെ അവിടെ നിൽക്കട്ടെ ഹ്യൂഗോ. ഞാൻ ചോദിക്കുന്നതിന് നീ മറുപടി പറ. ആ ഡാനിയൽ ഒരു എക്സ്പീരിയൻസർ ആണോ? അതുകൊണ്ടല്ലേ എനിക്ക് അവന്റെ മനസ്സിൽ കയറാൻ പറ്റത്ത്? അതെ നോവ, ഡാനിയൽ ഒരു എക്സ്പീരിയൻസർ ആണ്. ഓ, അപ്പൊ എക്സ്പീരിയൻസർ ആണല്ലേ? അങ്ങനെ വരട്ടെ. നീയല്ലേ അവരെ നമ്മുടെ കമ്പനിയിലേക്ക് എടുത്ത്? ആ ഒരു തീരുമാനം എടുക്കാൻ നിന്നോട് ആര് പറഞ്ഞു? വിവോ 17 ആണോ? ഈ വിവോ 17 ആരാണെന്നും എക്സ്പീരിയൻസർ എന്താണെന്നും എന്നൊക്കെ നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും കേട്ടോ. ഈ സിനിമയുടെ ഒരു സ്വഭാവം അങ്ങനെയാണ്. ആദ്യം തന്നെ എന്താണ് സംഭവം എന്നൊന്നും വിശദീകരിക്കുന്നില്ല. ഇതിങ്ങനെ പോകുമ്പോഴാണ് എന്താണെന്നിങ്ങനെ പതുക്കെ പതുക്കെ നമുക്ക് മനസ്സിലായി വരുന്നത്. ആ ഒരു രീതിയിലാണ് ഞാൻ ഈ സ്റ്റോറി ഫോളോ ചെയ്യുന്നത്. ഈ സമയം ഹ്യൂഗോ പറയുന്നത്, നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ തെറ്റാണ് നോവ. തെറ്റാണോ ശരിയാണോ എന്നല്ല ഞാൻ ചോദിച്ചത്. ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ അവരുടെ പ്ലാനാണോ? അവരുടെ ഇൻട്രസ്റ്റ് അല്ലേ ഇതൊക്കെ? എന്തായാലും നമ്മുടേതല്ല. അത് നിങ്ങൾ ഒരാളുടെ മാത്രം തോന്നലാണ് നോവ. കുറേയേറെ കാര്യങ്ങളൊക്കെ ഞാൻ അവരിൽ നിന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. നിങ്ങൾ ദയ, കരുണ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ സഹാനുഭൂതി എന്ന വാക്കിന്റെ അർത്ഥം അറിയോ? നമ്മൾ മനുഷ്യർക്കില്ലാത്തതാണ്. എന്നാൽ അവരതിനെ പരിണാമത്തിന്റെ ഒരു നേട്ടമായിട്ടാണ് കാണുന്നത്. സത്യത്തിൽ അതാണ് ഓരോ ജീവിവർഗത്തിന്റെയും നിലനിൽപ്പിന്റെ അടിത്തറ. ഇനിയും നമ്മൾ മനുഷ്യരത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അത് നമ്മുടെ ഉന്മൂലനത്തിന് തന്നെ കാരണമായേക്കും. ഓ, അപ്പൊ ഇതൊക്കെ കൊണ്ടാണല്ലേ, ഇങ്ങനെയൊക്കെ മനസ്സിലാക്കിയത് കൊണ്ടാണല്ലേ 5 വർഷങ്ങൾക്ക് മുമ്പ് നീ അവരെ രക്ഷപ്പെടുത്തിയത്? നീ ആയിരുന്നു അത് ചെയ്തത് എന്ന് ഇപ്പോഴാണ് കേട്ടോ എനിക്ക് മനസ്സിലായത്. അതേ നോവ, ഞാൻ തന്നെയാണ് അത് ചെയ്തത്. അത് കേട്ടപ്പോൾ നോവയ്ക്ക് ദേഷ്യം വന്നു. എന്നിട്ട് എന്തുകൊണ്ട് ഇത്രയും കാലം ഈ 5 വർഷം നീ എന്നോട് കളവ് പറഞ്ഞു? എങ്ങനെ നിനക്കതിന് കഴിഞ്ഞു? ഇത്രയും കാലം നീ എന്നെ കളിപ്പിക്കായിരുന്നല്ലേ? എപ്പോൾ മുതലാണ് ഹ്യൂഗോ നിനക്ക് ഇങ്ങനെയൊക്കെ എന്നോട് ചെയ്യാൻ തോന്നിയത്? അങ്ങനെ ഒരു സമയം ഉണ്ടായിരുന്നു നോവ നിനക്ക്. നിന്റെ കൺട്രോൾ നഷ്ടപ്പെട്ട് നീ ഒരു ഭ്രാന്തനെ പോലെ നടന്ന ദിവസങ്ങൾ. നിന്റെ ഭാര്യ മരിച്ചതിന് ശേഷം നീ മറ്റാരോ ആയി മാറിക്കഴിഞ്ഞിരുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് നീ ചെയ്തു കൂട്ടിയത്? പക്ഷെ പലരെ പോലെയും എന്നോട് നീ ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെച്ചു. അതെ, മറച്ചു വെച്ചു. നിനക്ക് കൂടുതൽ അറിയേണ്ടിയിരുന്നത് അവരെ കുറിച്ചായിരുന്നില്ലേ? അത് നമ്മളെ കൊണ്ട് മനസ്സിലാക്കാനും പറ്റത്തില്ലായിരുന്നു. പറ്റുമായിരുന്നു നോവ. വിവോ 17 ഒരു മനുഷ്യനല്ല,
എന്നാൽ നമ്മളെ സംബന്ധിച്ച് ദൈവതുല്യനാണ്. ഞാനോ നീയോ നമ്മൾ മനുഷ്യരോ അവരെ പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. എനിക്ക് അവരെ ആയിരുന്നില്ല ഹ്യൂഗോ പേടി, നമ്മൾ മനുഷ്യരെ തന്നെയാണ്. ഈ വാഡക്സ് എന്ന കമ്പനി നിലനിൽക്കുന്നത് തന്നെ നമ്മുടെ നോളജ് കൊണ്ടാണ്. പക്ഷെ നമ്മുടെ അറിവുകളെല്ലാം തന്നെ മനുഷ്യകുലം ഒരിക്കലും അംഗീകരിച്ചു തരത്തില്ല. ഡാനിയൽ ഇവിടുന്ന് മോഷ്ടിച്ച ഡീറ്റെയിൽസ് ഉണ്ടല്ലോ, അതൊരു വൈറസ് ആണ്. അതെങ്ങാനും പുറത്തു വന്നിരുന്നെങ്കിൽ ഈ ലോകം മൊത്തം കത്തിയെരിഞ്ഞാനെ. ആ ഒരു വസ്തുത അറിയാവുന്നതുകൊണ്ടാണ് കഴിഞ്ഞ 35 വർഷമായിട്ട് ഞാനതൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. അല്ല, നിങ്ങൾ ചെയ്യുന്നതെല്ലാം നിങ്ങളുടെ അധികാരത്തിനും പണത്തിനും വേണ്ടി മാത്രമാണ്. നമ്മൾ മനുഷ്യർ പല കാര്യങ്ങളും വിശ്വസിക്കുന്ന പോലെ വിശ്വസിക്കപ്പെടേണ്ടവരുമാണ്. പക്ഷെ നീ അടക്കമുള്ള ആൾക്കാർ തെളിവുകളുടെ മാനദണ്ഡമാണ് തെറ്റിക്കുന്നത്. എന്നിട്ട് സാധാരണ ജനങ്ങളെ മണ്ടന്മാരാക്കുന്നു. ഈ ഭൂമിയിൽ ജീവിക്കുന്ന പല ആൾക്കാരും ഉത്തരം കിട്ടാത്ത പല കാഴ്ചകളും കണ്ടിട്ടുണ്ട്. അതിന് തെളിവും കാണിച്ച് എന്താണത് സംഭവം എന്നവർ ചോദിച്ചു പോയാൽ നിങ്ങളെപ്പോലുള്ളവർ ആ ചോദ്യം തന്നെ ഇല്ലാതാക്കി കളയും. എന്നിട്ട് ചോദിച്ചവരെ സമൂഹത്തിന് മുമ്പിൽ നാണം കെടുത്തും. മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ചെന്നും പറഞ്ഞിട്ട് കേസ് വരെ എടുക്കും. അവരെന്ത് തെറ്റാ ചെയ്തത്? ഒരു വിശ്വസിക്കാൻ പറ്റാത്ത കാഴ്ച കണ്ട് അതെന്താണെന്ന് ചോദിച്ചതോ? ഒറ്റ കാര്യമേ എനിക്ക് പറയാനുള്ളൂ നോവ, സത്യം അറിയാൻ എല്ലാവർക്കും അവകാശമുണ്ട്. ആ സത്യമാണ് നിങ്ങൾ മറച്ചു പിടിക്കുന്നത്. അത് ഇന്നത്തോടെ പുറത്തു വന്നേ പറ്റൂ, ഹ്യൂഗോ പറഞ്ഞു നിർത്തി. ഈ സമയത്താണ് രണ്ടുപേര് ഹ്യൂഗോനെ വിളിക്കാൻ അകത്തേക്ക് വന്നത്. അവർ ഈ നോവ കണ്ട പ്രശ്നമാണെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ഹ്യൂഗോ വേഗം അവർ രണ്ടുപേരും പുറത്താക്കി. എന്നാൽ പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോൾ നോവ അവിടെ കാണുന്നുമില്ല. എന്നാൽ നോവ ആ രണ്ടുപേരുടെ മുഖം വ്യക്തമായിട്ട് തന്നെ കണ്ടു. അതുകൊണ്ട് അയാൾ വേഗം തന്നെ അസിസ്റ്റൻസിനോട് പറഞ്ഞിട്ട് അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ എടുപ്പിച്ചു. പക്ഷെ ചെക്ക് ചെയ്തപ്പം അവരുടെ ഫോണൊന്നും ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഈ സമയം തന്നെ ജെയിൻ ആണെങ്കിൽ ആ സിസ്റ്ററിനെ ഫോണിൽ വിളിച്ചു. എന്നിട്ട് അവൾ ചോദിക്കുന്നത് ദൈവത്തെക്കുറിച്ചാണ്. ഉൽപ്പത്തി പറയുന്നത് നമ്മൾ മനുഷ്യരാണ് ദൈവത്തിന്റെ ഏറ്റവും വലിയ സൃഷ്ടി എന്നല്ലേ? അങ്ങനെയാണെങ്കിൽ ദൈവം നമ്മളെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ. അതേക്കുമ്പോൾ നമ്മുടെ ഭൂമിയിൽ ദൈവത്തിന്റെ ഏറ്റവും വലിയ സൃഷ്ടിയാണ് നമ്മൾ മനുഷ്യർ. അപ്പൊ നമ്മളെ കൂടാതെ വേറെയും ജീവനുകളുണ്ടോ? ഉണ്ട് ജെയിൻ, ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ നീ ഒന്ന് ആലോചിച്ച് നോക്ക്, നമുക്ക് മാത്രം ജീവിക്കാൻ വേണ്ടി ഇത്രയും വലിയൊരു പ്രപഞ്ചം ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ? അതിൽ തന്നെ ഇല്ല എല്ലാത്തിന്റെ ഉത്തരം. ഓക്കെ, എന്ന ഒരു കാര്യം കൂടെ, മറ്റുള്ള ഗ്രഹത്തിൽ ജീവനുണ്ട് എന്നതിന്റെ തെളിവുകൾ നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾ പേടിക്കുമോ? എന്തിനു പേടിക്കണം? ചിരിച്ചുകൊണ്ടാണ് സിസ്റ്റർ ചോദിച്ചത്. അത് കേട്ടപ്പം പക്ഷെ എല്ലാവരുടെയും വിശ്വാസമല്ല നഷ്ടപ്പെടുന്നത്. അത് കാരണം മനുഷ്യർക്കിടയിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവത്തില്ലേ? എന്റെ പൊന്നു ജെയിൻ, ദൈവത്തിലുള്ള നിന്റെ വിശ്വാസത്തിൽ എനിക്കൊരു സംശയമില്ല. എന്നാൽ ഇപ്പം നിനക്ക് മനുഷ്യരാണ് വിശ്വാസമില്ലാതായിരിക്കുന്നത്. അതെന്തുകൊണ്ടാണ് കാരണം എന്നെനിക്കറിയത്തില്ല. സിസ്റ്റർ അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പം ജെയിന് കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഡാനിയലിന്റെ കയ്യിലുള്ള ഇൻഫർമേഷൻസ് ഒക്കെ പുറത്തു വന്നേ പറ്റൂ. അത് കാരണം ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ അടുത്തായിട്ട് സിസ്റ്ററിനോട് ചോദിക്കുന്നത് KCXC എന്താണെന്നാണ്. ആ പേര് അവൾ ഹോട്ടലിൽ നിന്നും ഡാനിയലിന്റെ വായിൽ നിന്ന് കേട്ടതാണല്ലോ. ഈ KCXC ആണ് മാർഗരറ്റിന്റെ ന്യൂസ് ചാനൽ. ഈ സമയം മാർഗരറ്റും ഡാനിയലും കൂടെ ഒരു സ്ഥലത്തോട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഡാനിയൽ ഒരു കാര്യം ചോദിച്ചത്. എന്റെ കുട്ടിക്കാലത്ത് എന്തെങ്കിലും കാര്യം നിനക്ക് എന്റെ മുഖത്തേക്ക് പറയാൻ പറ്റുമോ? അതിനെ തുറന്ന് അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി. അതിൽ ഈ സമയത്താണ് അവരുടെ അടുത്തേക്ക് ഒരു കുറുക്കം വരുന്നത്. അതിനെ കണ്ട് രണ്ടുപേരും അത്ഭുതപ്പെട്ടു പോയി. അങ്ങനെ കുറച്ച് സമയം അവരെ തന്നെ ഒന്ന് നോക്കിയതിനു ശേഷം കുറുക്കൻ അവിടുന്ന് പോവുകയും ചെയ്തു. അവർക്കാണെങ്കിൽ ഒന്നും മനസ്സിലായതുമില്ല. ഈ സമയത്താണ് 2 ഫയർഫോഴ്സ് വണ്ടികൾ അങ്ങോട്ട് വന്നത്. പക്ഷെ പേടിക്കാനുള്ള കാര്യമൊന്നുമല്ല, ഇത് ഹ്യൂഗോ അയച്ചതാണ്. ഫയർഫോഴ്സ് വണ്ടിയിലാവുമ്പം അവർക്ക് സേഫ് ആയിട്ട് ഹ്യൂഗോയുടെ അടുത്തേക്ക് എത്താൻ പറ്റും. അങ്ങനെ വേഗം തന്നെ ഇവരെ രണ്ടുപേരെ അതിലേക്ക് കയറ്റി ഫയർഫോഴ്സ് വണ്ടികൾ നേരെ ഹ്യൂഗോന്റെ അടുത്തേക്ക് വിട്ടു. അവർ നേരെ പോയത് ആ വീടിന്റെ സെറ്റ് ഇട്ടല്ലോ ആ സ്ഥലത്തേക്കാണ്. അത് വളരെ വലിയൊരു ഹാളാണ്. അങ്ങനെ അവിടെ എത്തി വണ്ടിയിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം അവിടെ കുറെ ആൾക്കാർ കൂടിയിട്ടുണ്ട്. എല്ലാവരുടെയും മുഖത്ത് നോക്കിയപ്പോൾ തന്നെ മാർഗരറ്റിന് ഓരോരുത്തരുടെയും പേരുകൾ മനസ്സിലായി. എല്ലാവരും ഇപ്പം അവളൊരു ദൈവത്തെ പോലെയാണ് കാണുന്നത്. ഈ സമയത്താണ് അവിടെ സെറ്റ് ഇട്ട് വെച്ചിരിക്കുന്ന വീട് അവൾ ശ്രദ്ധിച്ചത്. അത് കാണുമ്പോൾ അവൾക്ക് വല്ലാത്ത സങ്കടമായിരുന്നു. അവൾ കുട്ടിക്കാലത്ത് താമസിച്ച അതേ വീടാണ് അവരവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇതെന്തിനാണ് നിങ്ങൾ ഉണ്ടാക്കിയത്? നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്യുന്നത്? എന്നെ കൊണ്ട് എന്താണ് നിങ്ങൾ നേടാൻ പോകുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അവൾ വീടിനകത്തേക്ക് ഓടി. എങ്ങനെയായിരുന്നു അവളുടെ വീട് അതുപോലെ തന്നെയാണ് അവരവിടെ പണിതു വെച്ചിരിക്കുന്നത്. അവിടുത്തെ ഓരോരോ കാര്യങ്ങൾ കാണുമ്പോഴും അവളുടെ മുഖത്ത് അത്ഭുതമായിരുന്നു. അങ്ങനെ അവിടെയൊക്കെ സെർച്ച് ചെയ്ത് അവൾ അവളുടെ റൂമിലേക്ക് ചെന്നു. ഈ സമയത്താണ് ഹ്യൂഗോ അങ്ങോട്ട് ചെന്നത്. എന്നിട്ട് അയാൾ ചില കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. നിങ്ങൾ രണ്ടുപേരുണ്ടല്ലോ, നിങ്ങളാണ് എക്സ്പീരിയൻസർ. അവർ നിങ്ങളെ തെരഞ്ഞെടുത്താണ്. പക്ഷെ നിങ്ങൾ രണ്ടുപേരെയും സംബന്ധിച്ച് അതൊന്നും നിങ്ങൾക്ക് ഓർമ്മയില്ല. കാരണം ആ സംഭവം നടന്നത് നിങ്ങളുടെ കുട്ടിക്കാലത്താണ്. ആ ഓർമ്മകൾ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീട് ഞങ്ങളിവിടെ പണിത്. ഇതിലൂടെ നിനക്ക് 10 വയസ്സുള്ള രാത്രിയിലേക്ക് നിനക്ക് പോകാൻ പറ്റും. അന്ന് നടന്ന ആ കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റും. അതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ നടക്കുന്നത് എന്താണ് എന്ന കാര്യം നിനക്ക് മനസ്സിലാവും. പക്ഷെ അയാളതൊക്കെ പറയുമ്പോൾ അവൾ വല്ലാതെ പേടിക്കുകയാണ്. മാത്രമല്ല നന്നായിട്ട് കരയും ചെയ്തു. ആ രാത്രിയിലേക്ക് എനിക്ക് പോകണ്ട എന്നാണ് അവള് പറയുന്നത്. അതേക്കുമ്പോൾ നോക്കൂ മാർഗരറ്റ്, അവർ നിനക്കൊരു ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. പക്ഷെ അത് എങ്ങനെ യൂസ് ചെയ്യണം എന്ന് നിനക്ക് അറിയത്തില്ല. അതറിയണം എന്നുണ്ടെങ്കിലും അന്ന് രാത്രിയിലേക്ക് നീ പോയേ പറ്റൂ. അയാൾ ആ കാര്യം പറഞ്ഞപ്പോൾ അവൾ നോക്കുന്നത് അവിടെ കറങ്ങുന്ന സാധനത്തിലേക്കാണ്. അത് പേപ്പർ കൊണ്ടുണ്ടാക്കിയ ആ പക്ഷികളായിരുന്നു. ഇപ്പൊ ഡാനിയലും അത് കണ്ടു. അതിലേക്കൊന്ന് നോക്കിയതിനു ശേഷം അവർ രണ്ടുപേരും അവിടുത്തെ ബെഡിലേക്ക് ഇരുന്നു. ഈ സമയം ഹ്യൂഗോ പറയുന്നത് നിങ്ങൾക്ക് രണ്ടുപേർക്കും അവർ ഗിഫ്റ്റുകൾ തന്നിട്ടുണ്ട്. എന്നാൽ മാർഗരറ്റിന് അത് ആക്ടിവേറ്റ് ആയത് ഇന്നലെയാണ്, ആ പക്ഷി വന്നപ്പോൾ. ഡാനിയലിന്റെ കാര്യം പറയുകയാണെങ്കിൽ 15 വർഷങ്ങൾക്ക് മുമ്പ് കോളേജ് ഹോസ്റ്റലിൽ ഇരുന്നപ്പോൾ ഡാനിയലിന് അവർ കൊടുത്ത ഗിഫ്റ്റ് ഈ യൂണിവേഴ്സിന്റെ ലാംഗ്വേജ് ആണ്, മാത്തമാറ്റിക്സ്, അതിന്റെ ഫ്ലുവൻസി. എന്നാൽ മാർഗരറ്റിന് കൊടുത്തതോ മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള കഴിവ്. ഈ കാര്യങ്ങളൊക്കെ അയാൾ വിശദീകരിച്ച് കഴിയുമ്പോൾ അന്ന് രാത്രിയിലേക്ക് പോവാം എന്നവൾ സമ്മതിച്ചു.
അതിനെ തുടർന്ന് അവർ വേഗം തന്നെ ആ പ്രൊസീജിയർ തുടങ്ങി. മറ്റേ ഏലിയൻ ഡിവൈസ് ഉണ്ടല്ലോ, ഹ്യൂഗോ ഇപ്പം അതെടുത്തിട്ട് അവരുടെ രണ്ടുപേരുടെയും കയ്യിൽ വെച്ച് കൊടുത്തു. അതോടുകൂടെ അവരവരുടെ പാസ്റ്റിലേക്ക് കണക്ട് ആവുകയാണ്. അതായത് മാർഗരറ്റിന് 10 വയസ്സുള്ള ആ രാത്രി അവളിപ്പോൾ അവളുടെ റൂമിൽ ഒറ്റയ്ക്ക് ബെഡിൽ കിടക്കുകയാണ്. ഈ സമയത്താണ് അവൾ ഒരു അത്ഭുതപ്പെടുന്ന കാഴ്ച കണ്ടത്. ഒരു മാന്. ഇതേ മാനിനെ തന്നെയാണ് ഡാനിയലും നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ അവർ നേരത്തെ കണ്ട കുറുക്കനും അങ്ങോട്ട് വന്നു. മാത്രമല്ല മറ്റൊരു ചെറിയ കുറുക്കനും അവരുടെ കൂടെ ഉണ്ട്. ഇതുകൂടാതെ ആ പക്ഷി ഇപ്പൊ പറന്നു വന്ന് ആ മാനിന്റെ കൊമ്പിലിരുന്നു. ഈ ജീവികളെല്ലാം ഏലിയൻസ് ആണ്. എന്നാൽ മനുഷ്യർ പേടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർക്ക് ഫെമിലിയർ ആയിട്ടുള്ള രൂപത്തിൽ അവരുകൾ വന്നത്. ഭൂമിയിൽ ഇവരുടെ ഉദ്ദേശം മനുഷ്യരെ നിരീക്ഷിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ആ ജീവികൾ കുഞ്ഞു മാർഗരറ്റിനെയും കൊണ്ട് കാട്ടിലൂടെ നടക്കാൻ തുടങ്ങി. കുറെ നടന്ന് അവർ എത്തിച്ചേരുന്നത് വളരെ മനോഹരമായ ഒരു വീടിന് മുമ്പിലാണ്. ഈ വീടാണ് അവൾ ഇടയ്ക്കിടയ്ക്ക് സ്വപ്നം കാണാറുണ്ട് എന്ന് നേരത്തെ ജാക്സൺ പറഞ്ഞത്. ഇപ്പൊ അവരതിലെ നടക്കുമ്പം അവരുടെ കാൽപ്പാടുകൾ കണ്ടില്ലേ, ഏലിയൻസിന്റെ കാൽപ്പാടുകളാണ്. അങ്ങനെ വീടിനകത്തേക്ക് കയറി കഴിഞ്ഞപ്പം പിന്നീട് കാണിക്കുന്നത് അവൾ അവിടെ ഒരു ബെഡിൽ കിടക്കുന്നതാണ്. അതിനെ തുടർന്ന് അവൾ മുകളിലേക്ക് നോക്കിയപ്പം ആ മാൻ അവളുടെ അടുത്തേക്ക് വന്നു. അതിപ്പോ അതിന്റെ തല അവളുടെ തലയുടെ അടുത്തേക്കാക്കി. അതിനെ തുടർന്ന് ആ ഏലിയൻ അതിന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് വരികയാണ്. അതിനെ കണ്ട് മാർഗരറ്റിന് ചെറിയൊരു പേടിയൊക്കെ വന്നു. ഈ സമയം തന്നെ അവളുടെ തൊട്ടപ്പുറത്തെ ബെഡിലായിട്ട് കുഞ്ഞു ഡാനിയലും കിടക്കുന്നുണ്ട്. അവൻ പേടിച്ച് കരയാണ്. അത് കാണുമ്പോൾ മാർഗരറ്റ് അവന്റെ കയ്യിൽ പിടിച്ചിട്ട് അവനെ ആശ്വസിപ്പിച്ചു. ഇങ്ങനെയാണ് ഇവർ തമ്മിലുള്ള പരിചയം. പിന്നീട് അവർ കാണുന്നത് അവരുടെ തലയ്ക്ക് മുകളിലേക്ക് വട്ടത്തിലുള്ള ഒരു സാധനം വരുന്നതാണ്. ഈ വട്ടത്തിലുള്ള സാധനം എന്ന് പറയുന്നത് മറ്റേ ഏലിയൻ ഡിവൈസ് ഉണ്ടല്ലോ, അത് കോർത്തെടുത്താണ്. അതിപ്പോ അവരുടെ രണ്ടുപേരുടെയും തലയുടെ നേരെ മുകളിലേക്ക് വന്നു. മാത്രമല്ല തല വെട്ടിക്കാതിരിക്കാൻ വേണ്ടി ആ ഏലിയന്റെ 2 കൈകള് കുട്ടികളുടെ തലയിൽ ഇങ്ങനെ പിടിക്കുകയാണ്. അതിനെ തുടർന്ന് ആ ഡിവൈസുകളിൽ നിന്നും ഒരു പ്രകാശം അവരുടെ കണ്ണിലേക്ക് അടിച്ചു. ഇങ്ങനെയാണ് അവർക്ക് രണ്ടുപേർക്ക് സൂപ്പർ പവർ കിട്ടിയത്. ഈ കാര്യങ്ങളൊക്കെ വീണ്ടും കണ്ടതോടെ, അതിനെക്കുറിച്ച് അറിഞ്ഞതോടെ മാർഗരറ്റിന്റെയും ഡാനിയലിന്റെയും ആ പേടിയൊക്കെ മാറി. എന്നാൽ ഈ സമയത്താണ് അവരെ ട്രാക്ക് ചെയ്ത് നോവയും കൂട്ടി അങ്ങോട്ട് വന്നത്. അവർ ഒരുപാട് പേരുണ്ട്. ഇപ്പൊ അവര് വന്നു എന്നുള്ള കാര്യം അകത്തിരിക്കുന്ന എല്ലാവർക്കും മനസ്സിലായി. അതുകൊണ്ട് തന്നെ മാർഗരറ്റ് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ആ ഡിവൈസ് ഉണ്ടല്ലോ, അത് വെച്ചൊരു മാജിക് കാണിക്കാണ്. അതായത് അവൾ അതിങ്ങനെ മുറുക്കെ പിടിച്ചു. അത് കാരണം നോവയും കൂട്ടി അകത്തേക്ക് കയറിയപ്പം ആ ഹാളിനകത്തൊന്നും തന്നെ കാണുന്നില്ല. എന്നാൽ അയാളുടെ കമ്പ്യൂട്ടർ എടുത്ത് നോക്കിയപ്പം അവിടെ മനുഷ്യരുണ്ട് എന്ന ഹീറ്റ് സിഗ്നേച്ചർ കിട്ടി. മാത്രമല്ല അവിടെ കയ്യിലുള്ള ഡിവൈസ് ഉണ്ടല്ലോ, അത് മാത്രം തിളങ്ങുന്നത് കാണാം. അവിടെ ആൾക്കാരുണ്ട് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. പക്ഷെ അവരെവിടെയാണ് നിൽക്കുന്നത് എന്ന കാര്യം അവർക്ക് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ധൈര്യത്തോടെ അങ്ങോട്ട് അടുക്കാനും അവർക്ക് തോന്നുന്നില്ല. ഈ ഒരു അവസരം മുതലാക്കി എല്ലാവരും വേഗം വെളിയിലേക്ക് കടന്നു. എന്നിട്ട് പെട്ടെന്ന് തന്നെ അവരുടെ ഫയർഫോഴ്സ് വണ്ടി എടുത്തിട്ട് അവിടുന്ന് പുറത്തേക്ക് പോവാണ്. പോകുന്ന വഴിക്ക് നോവയും കൂട്ടിനും വന്ന കാറുകളൊക്കെ അവർ ഇടിച്ചു തെറിപ്പിക്കുന്നുണ്ട്. പക്ഷെ നോക്കുമ്പോൾ എന്താ, കാറുകൾ വെറുതെ തെറിച്ചു പോവാണ്. പക്ഷെ അവരവിടുന്ന് രക്ഷപ്പെട്ടു എന്ന കാര്യം നോവയ്ക്കും കൂട്ടിനും മനസ്സിലായി. ഈ സമയം മാർഗരറ്റ് ആണെങ്കിൽ ആ ഡിവൈസ് ഇങ്ങനെ കയ്യിൽ മുറുക്കെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കുറെ നേരമായിട്ട് അതിന്റെ പവർ ഉപയോഗിച്ചല്ലോ, അതുകൊണ്ട് തന്നെ അത് മൊത്തം പൊടിഞ്ഞുപോയി. അങ്ങനെ അവരെല്ലാവരും നേരെ പോകുന്നത് അവളുടെ ആ ന്യൂസ് ചാനലിലേക്കാണ്. മാർഗരറ്റിന് ആ ന്യൂസ് ചാനലിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരെയും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആരും തന്നെ അവളോട് ഒന്നും ചോദിക്കുന്നില്ല. ഇപ്പൊ അവളുടെ മാനേജറായ ക്ലേ വന്നു. ക്ലേയോട് അവൾ പറയുന്നത് എനിക്ക് ഉടനെ തന്നെ ഒരു ലൈവ് പോകണമെന്നാണ്. അയാൾ അത് സമ്മതിക്കുകയും ചെയ്തു. എന്നിട്ട് അയാൾ ബാക്കിയുള്ളവരോട് പറയുന്നത് മാർഗരറ്റ് ഇപ്പോൾ ഒരു ലൈവിന് പോവാണ്, നിങ്ങൾ എല്ലാവരും അവളെ സപ്പോർട്ട് ചെയ്യണമെന്ന്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ സെറ്റാക്കിയതിനു ശേഷം ക്ലേ ഡാനിയലിനെയും കൊണ്ട് നേരെ പോയത് കൺട്രോൾ റൂമിലേക്കാണ്. എന്നിട്ട് ക്ലേ അവിടുത്തെ ഡയറക്ടറോട് പറയുന്നത് ഇവന്റെ കയ്യിൽ ചില ഡീറ്റെയിൽസ് ഉണ്ട്, ഇവൻ പറയുന്ന സമയം അത് മുഴുവൻ എയർ ചെയ്യണമെന്നാണ്. ഈ സമയമ്പോഴേക്ക് ഇവരെയും ഫോളോ ചെയ്ത് നോവയും കൂട്ടരും ആ ന്യൂസ് ചാനലിലേക്ക് എത്തി. അവിടെ വണ്ടി നിർത്തിയതിനു ശേഷം അയാളുടെ അസിസ്റ്റൻസിന്റെ അടുത്ത് പറയുന്നത് എത്രയും പെട്ടെന്ന് ഇവിടുത്തെ പവർ സോഴ്സ് മൊത്തം കട്ട് ചെയ്യാനാണ്. അതിനിടയിൽ കൺട്രോൾ റൂമിൽ ഇരുന്ന് ഡാനിയൽ ആണെങ്കിൽ അവന്റെ കയ്യിലുള്ള ഡീറ്റെയിൽസ് മുഴുവൻ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എല്ലാം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് മാർഗരറ്റ് ഇപ്പോൾ ലൈവിൽ സംസാരിക്കാൻ തുടങ്ങുമ്പോഴാണ് നോവയുടെ ആൾക്കാർ ചെന്ന് അവിടുത്തെ പവർ സോഴ്സ് മുഴുവൻ കട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അവർക്ക് എന്ത് ചെയ്യണം എന്നൊരു ഐഡിയ ഇല്ല. അങ്ങനെ നോവയും കൂട്ടരും ഇപ്പൊ മാർഗരറ്റിന്റെ അടുത്തേക്ക് എത്തി. എന്നിട്ട് അയാളുടെ അനുയായികളുടെ അടുത്ത് പറയുന്നത് അവളുടെ കണ്ണിലേക്ക് നോക്കാതെ പോയിട്ട് അവളെ പിടിച്ചുകൊണ്ട് വരാനാണ്. എന്നാൽ ഈ സമയത്താണ് ഇവരാ തീരെ പ്രതീക്ഷിക്കാതെ ജെയിൻ അങ്ങോട്ട് വന്നത്. ജെയിന്റെ കയ്യിൽ നേരത്തെ ഡാനിയൽ കൊടുത്ത ആ ഡിവൈസ് ഉണ്ടല്ലോ, അവൾ വന്ന പടയെ അത് മാർഗരറ്റിന് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന കാര്യം അവൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ഉടനെ തന്നെ അവൾ ആ ഡിവൈസ് എടുത്തു. അതോടുകൂടെ നോവ സൈലന്റ് ആയി. മാത്രമല്ല അവിടുത്തെ കറണ്ട് മൊത്തം വന്നു. ഇതൊക്കെ കണ്ട് നോവയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവിടുത്തെ ഒരു കസേരയിലേക്ക് പോയിരുന്നു. അയാൾ സൈലന്റ് ആയതുകൊണ്ട് അയാളുടെ കൂടെ വന്ന ബോയ്ഡും കൂട്ടരും വേഗം തന്നെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി മാർഗരറ്റിന് ലൈവ് ആരംഭിച്ചു. അതിലവൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ പേര് മാർഗരറ്റ്, ഞാനൊരു സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യം റിപ്പോർട്ട് ചെയ്യാൻ വന്നിരിക്കുകയാണ്. 1973 മുതൽ വാഡക്സ് എന്ന് പറയുന്നൊരു കമ്പനി വളരെ വലിയൊരു രഹസ്യം സൂക്ഷിക്കുന്നുണ്ട്. ഏലിയൻസ് ഭൂമിയിലേക്ക് വന്നിട്ടുണ്ടെന്നുള്ള കാര്യം. പിന്നീട് US ഗവൺമെന്റുമായിട്ട് കൂടിച്ചേർന്ന് ഏലിയൻസിന്റെ ഒരുപാട് ടെക്നോളജി വാഡക്സ് എന്ന കമ്പനി മനസ്സിലാക്കിയെടുത്തു. മാത്രമല്ല ഒരു ചോദ്യം ചെയ്യൽ എന്ന പേരിൽ ആ ഏലിയൻസിന് ഒരുപാട് ഉപദ്രവിച്ചു. അവരുടെ ശരീരത്തിൽ കുറേയൊക്കെ പരീക്ഷണങ്ങളും നടത്തി. അതിന്റെ എല്ലാം തെളിവുകൾ ഞാനിപ്പോൾ പുറത്തുവിടാൻ പോവാണ്. അതെ, ഇന്നാണ് ഡിസ്ക്ലോഷർ ഡേ. അത്രയും പറഞ്ഞതിന് ശേഷം അവർ ആ തെളിവുകൾ മൊത്തം പുറത്തുവിടാണ്. ഏലിയൻസിന്റെ ആ വിഷ്വൽസ് ഒക്കെ കണ്ട് ലോകത്തുള്ള എല്ലാവരും തന്നെ ശരിക്കും ഞെട്ടിപ്പോയിരിക്കുകയാണ്. അങ്ങനെ ഇത്രയും കാര്യങ്ങളൊക്കെ ലോകം മൊത്തം കാണിച്ചതിന് ശേഷം ഹ്യൂഗോന്റെ ആൾക്കാരിപ്പം ഒരു വലിയ പെട്ടി ഉണ്ടെന്നു. അതിനകത്തുണ്ടായിരുന്നത് നല്ല പ്രായമുള്ള ഒരു ഏലിയനാണ്. ഇതാണ് വിവോ 17. അതിനവിടേക്ക് കൊണ്ടുവന്നിരുത്തിയതിനു ശേഷം ഹ്യൂഗോ ഇപ്പം മാർഗരറ്റിനെയും ഡാനിയലിനെയും അതിന് മുമ്പിലേക്കാക്കി.
അവരെ കണ്ടപ്പം തന്റെ കുട്ടികളെ പോലെ ആ ഏലിയൻ വന്നിട്ട് അവരെ പിടിക്കുകയാണ്. എന്നിട്ട് അത് ഡാനിയലിന്റെ ചെവിയിൽ എന്തോ പറഞ്ഞു. ഡാനിയൽ ആണെങ്കിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് മാർഗരറ്റിനും പറഞ്ഞു കൊടുത്തു. അതിൽ തുറന്നു മാർഗരറ്റ് വേഗം തന്നെ ക്യാമറയുടെ മുമ്പിലേക്ക് പോവാണ്. എന്നിട്ട് അവൾ പറയുന്നത്, ലിസൺ, എല്ലാവരും ശ്രദ്ധിക്കൂ, ഇവിടെയാണ് ഈ സിനിമ അവസാനിക്കുന്നത്. ഇനിയിപ്പോൾ എന്തായിരിക്കും ആ ഏലിയൻ പറഞ്ഞിട്ടുണ്ടായിരിക്കുക? നമ്മുടെ സ്പിൽബർഗ് അത് നമുക്ക് വിട്ടുതന്നിരിക്കുകയാണ്. ഈ സിനിമ കണ്ടതിൽ നിന്നും എനിക്ക് മനസ്സിലായത് ഇത്രയേ ഉള്ളൂ. ഹേ മനുഷ്യ, നിങ്ങളൊരു പൊടിക്ക് അടങ്ങ്, മറ്റുള്ളവരുടെ അടുത്ത് കുറച്ചെങ്കിലും ദയ കാണിക്കുക. ഞങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സഹായിക്കാമായിരുന്നു, പക്ഷെ നിങ്ങൾക്ക് അതായിരുന്നില്ല വേണ്ടത്. ഞങ്ങളുടെ മുമ്പിൽ നിങ്ങളാണ് ശക്തർ എന്ന് നിങ്ങൾക്ക് കാണിക്കണമായിരുന്നു. അതിന്റെ പേരിൽ ഞങ്ങളെപ്പോലുള്ള ഒരുപാട് പേരെ നിങ്ങൾ കൊല്ലുകയും ചെയ്തു. അതൊക്കെ പോട്ടെ, ഇനി ഇതുപോലെ തന്നെ പോകാനാണ് ഭാവമെങ്കിൽ, ഇനിയും നിങ്ങൾക്ക് മാറാൻ താല്പര്യമില്ലെങ്കിൽ ഈ മനുഷ്യകുലം തന്നെ പിന്നീട് ഈ ഭൂമിയിൽ ഉണ്ടാവത്തില്ല. ഈ ഗ്രഹം കണ്ടുപിടിച്ച് ഇവിടം വരെ ഞങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന കാര്യം നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഇതായിരിക്കാം ഒരുപക്ഷെ ആ ഏലിയൻ പറഞ്ഞത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എന്താണെങ്കിലും എഴുതിയറിയിക്കാൻ മറക്കരുത്. പിന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു കിടിലൻ സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.